തെറ്റാണ്. ചേച്ചി ചേച്ചി ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നു. ഇത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണപ്പാ. അപ്പം ആദ്യമേ അത് കേട്ടപ്പോ ഞങ്ങൾക്ക് ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാനോ, ചേച്ചി ഇത് എന്നതാ പറയുന്നത്? അപ്പം ഞാൻ എന്റെ കുഞ്ഞു പ്രായം, എനിക്ക് ഒരു ബ്രദറുണ്ട്. അപ്പം ഞാനും ബ്രദറും ഒരു 3½ ഇയർ ഡിഫറൻസ്. അപ്പം ആ ഒരു ഏജില് ഇത് പറഞ്ഞപ്പോ ഞങ്ങൾ ഓർക്കുന്ന ചേച്ചിക്ക് പിശാച് കേറിയെന്നാണ് ഞങ്ങള് പറയുന്നത്. അപ്പം പപ്പായൊക്കെ അത് പെട്ടെന്ന് അങ്ങ് പോയി. "അയ്യോ! എന്റെ മോള് നശിച്ചു പോയി. പഠിക്കാൻ അങ്ങ് ദൂരെ വിട്ടതാ." ഇപ്പൊ പഴയ ഒരു കാലത്ത് ഒരു ചിന്തയുണ്ട്. ഈ ദൂരെയൊക്കെ പെണ്ണുങ്ങളെ പഠിക്കാൻ വിട്ട് കഴിഞ്ഞാൽ അവരൊന്നെങ്കിൽ ആരുടേലും കൂടെ പോവും, അല്ല വേറെ ഏതേലും വഴി തെറ്റിപ്പോവും. ആ ഒരു ചിന്തയുള്ള ഒരു സാഹചര്യം. അപ്പം പപ്പായും മമ്മിയും ശരിക്കും ഒത്തിരി വിഷമിച്ചു. ചേച്ചി ഇങ്ങനെ പറഞ്ഞു, "പപ്പ ഇനി അത് അങ്ങനല്ല." അപ്പം പിന്നെയും പപ്പ വിഷമിച്ചെങ്കിലും പപ്പ ഓർത്തു, ഓക്കെ ഏതായാലും പിന്നെയും പോയിട്ട് അത് ഒരു കുറച്ച് ആ പ്രായത്തിന്റേതായ രീതിയിലുള്ള ഒരു തോന്നലായിരിക്കും. അതിന്റെ അകത്തുനിന്ന് ചേച്ചി റിക്കവർ ആയിട്ട് വരും എന്നൊക്കെ ഓർത്തു. പിന്നെയും ഈ പറഞ്ഞ പോലെ ചേച്ചി ഓരോ പ്രാവശ്യം കോളേജിൽ പോയിട്ട് തിരിച്ചു വരുമ്പഴും അത് സ്ട്രോങ് ആയിക്കൊണ്ടിരുന്നതല്ലാതെ ചേച്ചിക്ക് അതിന്റെ അകത്ത് ഒരു ഡിഫറൻസും ഇല്ല. ആ സമയത്തായിരുന്നു ഞങ്ങക്ക് ഫാമിലിയില് കുറച്ച് ഇഷ്യൂസ് ആയിട്ട് വന്നു. പപ്പാടെ ബ്രദേഴ്സ് കാരണം കുറെ ഇഷ്യൂസും കാര്യങ്ങളെല്ലാം പപ്പായ്ക്ക് ഫോഴ്സ്ഫുള്ളി കുവൈറ്റിന് പോകേണ്ടി വന്നു. അപ്പം കുവൈറ്റിൽ പോയ സമയത്താണേലും ഇടയ്ക്ക് മമ്മി ഇങ്ങനെ വിളിച്ചു പറയും, ഇങ്ങനെ ചേച്ചി വല്ലാണ്ടങ്ങ് മാറിപ്പോയി. ഇപ്പം പ്രാർത്ഥിക്കാനൊന്നും വന്നു കഴിഞ്ഞാൽ ഇരിക്കത്തില്ല. ഒത്തിരി മാറി. എനിക്കറിയില്ല എന്താ ചെയ്യണ്ടേ. പപ്പ പെട്ടെന്ന് ഗൾഫീന്ന് ഇങ്ങോട്ട് വരണം. അല്ലാതെ ഒട്ടും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവള് സ്നാനപ്പെടാൻ പോവാന്നൊക്കെ പറഞ്ഞു. എനിക്കത് ഓർക്കാനും കൂടെ വയ്യ. അതായത് ആ സമയത്ത് ഞങ്ങളോടൊക്കെ ഇപ്പൊ ഞാൻ കുഞ്ഞായോണ്ട് എന്റെ അടുത്ത് പറഞ്ഞു, "ആരുടെ അടുത്തും പറഞ്ഞേക്കല്ല് ഇത്. സ്കൂളിൽ നിന്റെ ഫ്രണ്ട്സിനോട് പറയരുത്. അതായത് ചേച്ചി ഇങ്ങനെ പോയെന്ന് പറയരുത്. നാട്ടുകാരോട് പറയരുത്. അങ്ങനൊന്നും ആരുടെ അടുത്ത് പോയി പറയരുതെന്ന്" പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, "ഇല്ല." അപ്പം ഞങ്ങളതെല്ലാം ഭയങ്കര സീക്രട്ട്, അതായത് ഫാമിലിയിൽ ഏറ്റവും സീക്രട്ട് ആയിട്ട് നടക്കുന്ന ഒരു സംഭവം പോലെ കീപ്പ് ചെയ്തോണ്ടിരുന്നു. പിന്നെ അങ്ങനെ ഒരു ദിവസം പപ്പ ഗൾഫില്, ആ സമയത്ത് പപ്പയ്ക്ക് ജോലിയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അത് കിട്ടാതെ തന്നെ പപ്പ നാട്ടിലോട്ട് കടന്നു വരുവാനൊക്കെ ഇടയായി. പിന്നെ ആ സമയത്ത് ചേച്ചിയോടും പറഞ്ഞു, "നീയും വാ. ഒരു ദിവസം അവിടുന്ന് കോളേജിന്ന് ലീവ് എടുത്തിട്ട് വാ. എന്താ കാര്യംന്ന് എനിക്കറിയണമെന്ന്." അപ്പൊ പപ്പായോട് പറഞ്ഞു, "പപ്പ എനിക്കിത് വിശ്വാസാന്ന്. ഞാൻ ഉറച്ചിരിക്കുന്നെ. എനിക്കിത് മനസ്സിലായി. ഇതാണ് സത്യം എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്താണേലും ഞാന് മുമ്പോട്ട് ഇതിൽ തന്നെ വിശ്വസിച്ചേ പോകത്തുള്ളൂന്ന്" പറഞ്ഞു. അപ്പം പപ്പ പറഞ്ഞു, "ഓക്കെ അങ്ങനാണെങ്കില് നീ ഒരു ധ്യാനം കൂട്. കാത്തലിക് ഒരു ചർച്ചിൽ ഒരു ധ്യാനം കൂട്. ധ്യാനം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും. നിന്റെ ഡൗട്ട്സ് ഒക്കെ ചെന്ന് ചോദിച്ചാൽ മതി. അത് ക്ലിയർ ആവുംന്ന്" പറഞ്ഞു. അപ്പം ധ്യാനം കൂടിയിട്ടും അവരുടെ അടുത്ത് ഡൗട്ട്സ് ചോദിച്ചിട്ടും അവിടെയുള്ള കന്യാസ്ത്രീമാരോട് ഡൗട്ട് ചോദിച്ചു. അവർക്ക് ആർക്കും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാനോ ഒന്നും പറ്റിയില്ല. പിന്നെ പപ്പായ്ക്കും മനസ്സിലായി ആ സമയത്ത്. അതായത് അവിടെയുള്ള അച്ഛന്മാരോട് ചോദിച്ചു, കന്യാസ്ത്രീമാരോട് ചോദിച്ചു. അവർക്ക് ആർക്കും ചേച്ചി ചോദിക്കുന്നതിനുള്ള ക്വസ്റ്റ്യൻസിനൊന്നും ഒരു ഉത്തരവും ഇല്ല. അപ്പൊ പപ്പായ്ക്ക് ഒരു ചെറിയൊരു ഡൗട്ട് തോന്നി. ഇനി ചേച്ചി പറയുന്നതാണോ കറക്റ്റ്, അതോ എന്നാലും ഇത്രയും വർഷമായിട്ട് പാരമ്പര്യമായിട്ട് സ്ട്രോങ് ആയിട്ട് മാതാവ്, അതായത് പ്രത്യേകിച്ചും എന്റെ മമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പള്ളിയിലും പോയി എല്ലാ നേർച്ചകളും അങ്ങനെയൊക്കെ ചെയ്തു പോരുന്ന ഒരാളായിരുന്നു. അപ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. എങ്കിലും ദൈവം ചേച്ചിക്കൊരു പ്രോമിസ്, അതായത് മറ്റ് ഫാമിലിയിലെ പോലെ ഏതായാലും ചേച്ചിക്ക് ഒരു കാര്യം സ്ട്രഗിൾ ചെയ്യുന്ന വെച്ചാൽ ചേച്ചി ആരും പപ്പായോ മമ്മിയോ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത്രയും ദൈവം ഒരു കൃപ ആ സമയത്ത് അത് കേൾക്കാൻ, അതായത് പ്രോപ്പർ ആയിട്ടൊന്ന് ലിസൺ ചെയ്യാനുള്ള ഒരു കൃപ കൊടുത്തു പപ്പായ്ക്കും മമ്മിക്കും അതൊന്ന് കേൾക്കുവാന്. എന്നാലും പപ്പായ്ക്ക് ഭയങ്കര വിഷമായിരുന്നു. പപ്പായ്ക്ക് എത്രയും പെട്ടെന്ന് കുവൈറ്റിലോട്ട് തിരിച്ചു പോണായിരുന്നു. പപ്പ കുവൈറ്റിലോട്ട് തിരിച്ചു പോയി. ചേച്ചി പറഞ്ഞു, "ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നതെന്ന്" പറഞ്ഞു. പിന്നെ എന്റെ ഒരു ഇതിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാല്, ആഹ് ഞങ്ങക്ക് ഇതുവരെ ആരും ആ സമയം തൊട്ട് പാസ്റ്റർമാരോ ആരും ഇല്ലായിരുന്നു ഒരു ഹെൽപ്പ് ചെയ്യാനോ. നമുക്ക് അറിയത്തുമില്ല. ഞാൻ ഈ പെന്തക്കോസ്തൽ എന്ന് പറഞ്ഞാ അങ്ങനെ ഒരു ലൈഫിൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു ഇതായിരുന്നു. അപ്പൊ ചേച്ചി ഇങ്ങനെ വന്ന് ഓരോ പ്രാവശ്യം വരുമ്പം ആഹ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. ഇങ്ങനെ ദൈവം നമുക്ക് ഇങ്ങനായിരുന്നു. പിന്നെ കോളേജിന്ന് വരുമ്പത്തേനും എനിക്ക് എപ്പഴും ഓരോ ബൈബിൾ എന്താന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ബൈബിള് തൊട്ടിട്ടുമില്ല. ഞങ്ങക്ക് കാര്യം കാത്തലിക്സിൽ സൺഡേ സ്കൂൾ ഉണ്ടെന്ന് പറഞ്ഞാലും ബൈബിൾ റിലേറ്റഡ് ആയിട്ട് കുറച്ച് സ്റ്റോറീസ് അല്ലാതെ വേറെ ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ചേച്ചി ഓരോ പ്രാവശ്യവും അതായത് കോളേജിന്ന് വരുമ്പത്തേനും
പറഞ്ഞു തരുമായിരുന്നു. ഇങ്ങനാണ് ദൈവം. നമുക്ക് ഇങ്ങനെ ദൈവം ഹെൽപ്പ് ചെയ്യും. അതായത് നീ എന്നും ഒരു വചനം വീതം വായിച്ചാ മതി. അല്ല ഞാൻ പറയുന്ന അപ്പം എനിക്ക് ഓരോന്ന് അയച്ചു തരുകയോ, അല്ലെങ്കിൽ എന്തേലും പറഞ്ഞു തരുകയോ ചെയ്യും. ഈ വചനം വായിച്ചു നോക്ക്. അപ്പൊ ചിലപ്പോ നിനക്ക് സ്ട്രൈക്ക് ചെയ്യും. ഒരു ദിവസം വചനം വെച്ചാ എന്നാലും തീരെ കുഞ്ഞാ. 4 ക്ലാസ് എന്ന് പറയുമ്പത്തേനും നമ്മള് ഡസൻറ് കെയർ ഒരു കാര്യത്തിലും കെയർ ചെയ്യുവോ ഒന്നും ചെയ്യാത്ത ഒരു സാഹചര്യമാണ്. പക്ഷെ പിന്നെ ചേച്ചി ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട് പപ്പായോട് പറഞ്ഞു, "ഞാൻ പപ്പ സ്നാനപ്പെടാൻ പോവാ. എനിക്ക് ഇത് ശരിയാന്ന് തോന്നുന്നു. ഞാൻ ലേറ്റ് ആകും തോറും അത് എന്റെ ലൈഫില് ദൈവം വന്ന് കഴിഞ്ഞാ ഞാനത് എടുക്കപ്പെടത്തില്ലെന്ന്" പറഞ്ഞു. പപ്പായ്ക്ക് വിഷമം ഉണ്ടേലും പപ്പ പറഞ്ഞു, "ഓക്കെ നിന്റെ ഇഷ്ടം. ഞാൻ തടഞ്ഞു വെക്കത്തില്ല." ഓക്കേന്ന്. ചേച്ചി സ്നാനപ്പെട്ടു. ചേച്ചി സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം പപ്പ ആ സമയത്ത് കുവൈറ്റില് ജോലി കിട്ടാതെ ഇറാഖിലോട്ട് പപ്പായ്ക്ക് മൂവ് ചെയ്യേണ്ടി വന്നു. പപ്പ ഇറാഖിൽ പോയി കഴിഞ്ഞപ്പോ പപ്പായുടെ ജോലിന്ന് വെച്ചാൽ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു കൂടുതലും ജോലി. അപ്പൊ രാവിലെ ടൈമില് ഫുള്ള് പപ്പായ്ക്ക് ടൈമുണ്ട്. അതായത് ബൈബിള് വായിക്കാനും. ചേച്ചി ആകെ പറഞ്ഞതെന്ന് വെച്ചാ, "പപ്പ ബൈബിൾ ഒന്ന് മാത്രം വായിച്ചു നോക്കൂ പപ്പ. ഞാൻ പറയുന്ന ഒന്നും കേൾക്കണ്ട. ബൈബിളിന്റകത്ത്" അതായത് പപ്പ പഴയ നിയമം വായിക്കണമെന്ന് പറയുന്നില്ല. "പപ്പ പുതിയ നിയമം ഒന്ന് വായിച്ചു നോക്ക്. അപ്പൊ അതിന്റെ അകത്തൂന്ന് പപ്പായ്ക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന്" പറഞ്ഞു. അപ്പം പിന്നെ പപ്പ അത് വായിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പപ്പ ആഹ് അധികം താമസിക്കാതെ തന്നെ ഇറാഖിൽ വെച്ച് തന്നെ പപ്പ സ്നാനപ്പെടാൻ ഇടയായി. പപ്പ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പത്തേനും മമ്മി ഓർത്തു, ദൈവമേ എല്ലാരും പോയി. ഇനിയിപ്പം ഓൾറെഡി ചേച്ചി സ്നാനപ്പെട്ട് കഴിഞ്ഞ് ചേച്ചി ചർച്ചിൽ പോകാതെ വന്നപ്പോ തന്നെ ഞങ്ങളെ അതായത് കാത്തലിക് ചർച്ചീന്ന് പുറത്താക്കി. പപ്പായും കൂടെ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം ഞങ്ങള് സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുന്നില്ല. പിന്നെ പതുക്കെ പതുക്കെ ഞങ്ങളുടെ നെയ്ബേഴ്സ് അറിഞ്ഞു. നെയ്ബേഴ്സ് അറിഞ്ഞു കഴിഞ്ഞ് പള്ളിയിൽ അറിഞ്ഞു. പള്ളിയിൽ അറിഞ്ഞു കഴിഞ്ഞ് ഒഫീഷ്യലി പള്ളിക്കാര് ഒരു ദിവസം നോട്ടീസ് വെച്ചു. ഇനി ഞങ്ങളെ ആരും വീട്ടിലും കേറ്റരുത്. ഞങ്ങളെ ഇനി പള്ളീന്ന് കംപ്ലീറ്റ് ആയിട്ട് പുറത്താക്കീന്ന് പറഞ്ഞ്. അപ്പൊ ആ സമയത്ത് വന്ന ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഭയങ്കര ഇതായിരുന്നു. അതായത് നാട്ടുകാരറിഞ്ഞു. പിന്നെ ഞങ്ങടെ കസിൻസ് അറിഞ്ഞു. കസിൻസ് എല്ലാം അപ്പൊ തൊട്ട് പറഞ്ഞു, "ഇനിയിപ്പം നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നമുക്ക് ആരും ബന്ധത്തിലില്ല. ഇനി ഞങ്ങടെ ബ്രദർ അല്ല. നിങ്ങടെ ആരുടെയും വീട്ടി വരണ്ട." ആ ഒരു രീതി കംപ്ലീറ്റ്ലി ആരും ഇല്ലാത്ത ഒരു സാഹചര്യം പോലെയായി. പിന്നെ ആ സമയത്തും ഈ പറഞ്ഞ പോലെ ചേച്ചി എനിക്ക് ആത്മീകമായിട്ട് എന്തെങ്കിലും ഒരു സപ്പോർട്ട് തന്നേക്കുന്നതെന്ന് വെച്ചാല് എപ്പോഴൊക്കെ കോളേജിന്ന് ചേച്ചി വരുന്നോ, ആ സമയത്തൊക്കെ എന്താ ICPFലെ ക്യാമ്പിന് കൊണ്ടുപോകും. ഞാനും ബ്രദറും അന്നിട്ടും അതായത് മമ്മി സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടും ഞങ്ങടെ മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് കാത്തലിക്സിന്റെ സൺഡേ സ്കൂളിന് പോവണ്ടല്ലോ. അപ്പൊ ചേച്ചിയുടെ കൂടെ ചർച്ചിൽ പോവാണെങ്കിൽ എനിക്ക് സൺഡേ സ്കൂളിന് ചർച്ചീന്ന് പുറത്താക്കിയെങ്കിലും അവര് പറഞ്ഞു, "ഞാനും ബ്രദറും ചർച്ചില് അതായത് കാത്തലിക് തന്നെ ആയോണ്ട് ഞങ്ങൾക്ക് വേണേ പള്ളിയിൽ വരാം" എന്നുള്ള ഒരു രീതിയിൽ ആയി. അപ്പം ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴും ഞങ്ങൾക്ക് അതായത് എനിക്കും ബ്രദറിനും അതായത് സൺഡേ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, ഓക്കെ ചേച്ചിയുടെ കൂടെ ചർച്ചിൽ പോവുകയാണെങ്കിൽ സൺഡേ സ്കൂൾ ഒഴിവാക്കാലോന്ന്. പക്ഷെ ആ സമയത്ത് ബ്രദർ കോളേജിൽ പഠിക്കുന്ന ആ ഒരു ഏജിലോട്ട് പോയി. ഞാൻ എപ്പോഴൊക്കെ ചേച്ചി ചർച്ചിൽ പോകുന്നോ ആ സമയത്ത് ഞാൻ കൂടെ പോവായിരുന്നു. എന്ത് മനസ്സിലാകും എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. എന്താണ് ആ ചർച്ചിൽ പറയുന്നത് എന്താന്ന് ഞാൻ കേൾക്കാറില്ല. കൈയടിക്കുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൈയടിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഒച്ചയ്ക്ക് കൈയടിക്കുമായിരുന്നു. അപ്പൊ എല്ലാരും പറയുന്നു, "സാനിയ പെട്ടെന്ന് വിശ്വാസി വരും. കൊച്ചാണേലും അവള് പെട്ടെന്ന് അവളുടെ ആ കയ്യടിയൊക്കെ കാണുമ്പോ അറിയാം വിശ്വാസി വരൂന്ന്" ഇങ്ങനെ പറഞ്ഞു. അപ്പം ആ സമയത്ത് ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല ദൈവം എന്നെ കാണും എന്ന്. ഈ പറഞ്ഞ പോലെ ചേച്ചി സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞ് മമ്മി സ്നാനപ്പെട്ടു. പപ്പ സ്നാനപ്പെട്ടു. ഞാനും ബ്രദറും ഉള്ളൂ പിന്നെ ഉള്ളത്. എനിക്കും ബ്രദറിനും ഏകദേശം അറിയാം ഇതൊരു സത്യമാന്നുള്ളത്. പക്ഷെ അതിലോട്ടൊരു സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ, ആ ഒരു എന്റെ ഒരു ഏജിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മനസ്സിലാക്കാനുള്ള അതായത് നമുക്കൊരിക്കലും ഒരു എടുത്ത് ചാടി ഒരു വിശ്വാസത്തിലോട്ട് വരാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്തെന്ന് അതായത് പിന്നെ പിന്നെന്താന്ന് ചോദിച്ചാല്, ഒരു ദിവസം ഞാനും ചേച്ചിയും കൂടെ ചേച്ചി അതായത് എപ്പോഴൊക്കെ വീട്ടിൽ വരുന്നോ അപ്പോഴൊക്കെ ഞങ്ങൾ ഓരോ മീറ്റിംഗ്സിന് കടന്നു പോകുമായിരുന്നു. ചേച്ചി എന്നെ കൊണ്ടുപോകായിരുന്നു. ദൂരെ ICPF ക്യാമ്പിന് കൊണ്ടുപോകായിരുന്നു. പിന്നെ എവിടൊക്കെ ക്യാമ്പ് ഉണ്ടോ അവിടെ എല്ലാം പോകും. ഒരു ദിവസം ഒരു ചർച്ചിൽ ഒരു തോട്ടക്കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗില് അവിടെ അന്ന് മെയിൻ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാല്
അതായത് ദൈവം വരുന്നതും, പിന്നെ അന്ന് കുറെ സ്നാനപ്പെടുന്ന കുറെ പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ കൂടുതലും ആ സ്നാനത്തെ പറ്റിയും ദൈവത്തിന്റെ വരവിനെ പറ്റിയായിരുന്നു ആ സമയത്ത് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ പ്രസംഗം കേട്ടപ്പഴത്തേനും ശരിക്കും എന്റെ ഹൃദയത്തിൽ ആരോ സംസാരിക്കുന്ന പോലെ, ആ സമയത്ത് ഞാൻ എയ്ത്ത് സ്റ്റാൻഡേർഡിലായിരുന്നു. ശരിക്കും സംസാരിക്കുന്ന പോലെ തോന്നി. അതായത് ഇന്ന് ഞാൻ വരുവാണെങ്കില് നീ ഇവിടുന്ന് എടുക്കപ്പെടുവോ ഇല്ലയോ? അതായത് ആ സമയത്ത് എത്രത്തോളം ഞാൻ ആഴത്തിൽ എനിക്ക് മനസ്സിലായി എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആ സമയത്ത് എന്റെ മനസ്സിൽ ശക്തമായിട്ട് ഒരാള് പറഞ്ഞു, "നാളെ ദൈവം വരുവാണെങ്കില് നീ ഒരിക്കലും പോവത്തില്ല. നിന്റെ ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷനിലും നീ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് കൂടെ ചേരാതെ നീ ഒരിക്കലും രക്ഷിക്കപ്പെടത്തില്ല" എന്നുള്ള ഒരു തോട്ട് വന്നു. അപ്പൊ അവര് ചോദിച്ചു, സ്നാനപ്പെടുന്നവരെല്ലാം കേറി വരാൻ പറഞ്ഞു. അവർ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ളവരോടാണ് പറഞ്ഞത് സ്നാനപ്പെടേണ്ടവര് കേറി വരാൻ. പക്ഷെ ഞാനും ഫ്രണ്ടിലോട്ട് ചെന്നു. അപ്പൊ പാസ്റ്റർ എന്നോട് ചോദിച്ചു, "നീ ഷുവർ ആണോ? നീ യഥാർത്ഥമായിട്ട് ദൈവത്തെ അറിഞ്ഞോ? അല്ലാതെ നീ ചുമ്മാ ഒരു എടുത്തിയാട്ടത്തിന്." അപ്പൊ ഞാൻ പറഞ്ഞു, "അല്ല പാസ്റ്ററെ, എനിക്ക് വേറൊന്നും അറിയത്തില്ല." അപ്പൊ പറഞ്ഞു, "നിന്റെ പപ്പ ഇല്ല ഇവിടെ, നിന്റെ മമ്മി ഇല്ല, നിന്റെ ആകെ ഞാനും ചേച്ചിയും തന്നെ ഉള്ളൂ. ഈവൻ എന്റെ കയ്യിൽ ഒരു ഡ്രസ്സ് പോലും മാറാനില്ല." അപ്പം എന്റെ അടുത്ത് ചോദിച്ചു, "നീ സ്നാനപ്പെടാൻ ശരിക്കും ഒരുക്കത്തോടു കൂടെയാണോന്ന്?" ചോദിച്ചു. ഞാൻ പറഞ്ഞു, "പാസ്റ്ററെ, എനിക്ക് വേറൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് നല്ല ഉറപ്പാണ്. ഈ ദൈവമാണ് സത്യദൈവമെന്നും, ഇത്രയും നാളും അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ആരാധിച്ച അതും പലയിടത്തും പോയതും പ്രാർത്ഥിച്ചതും ഒന്നുമല്ല. ഇത് ശരിക്കും സത്യദൈവമാണ്. ഈ ദൈവത്തിൽ വിശ്വസിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നൊരു സ്ട്രോങ് ആയിട്ട്." അപ്പൊ പാസ്റ്റർ എന്റെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പാസ്റ്റർ പറഞ്ഞു, "ഓക്കെ, ഞാൻ ഒരിക്കലും ഒരു സ്നാനപ്പെടണമെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ഒരിക്കലും തടസ്സം ഞാൻ നിൽക്കത്തില്ല. ഓക്കെ, നീ സ്നാനപ്പെട്ടോളാൻ" പറഞ്ഞു. അപ്പൊ പറഞ്ഞു, "നിനക്ക് ഈ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നിന്റെ ലൈഫിൽ ചിലപ്പോൾ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടെന്ന് വരും. അതൊക്കെ നിനക്ക് നഷ്ടപ്പെടാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, "എനിക്കിപ്പം അതൊന്നും എനിക്ക് മുമ്പോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം പാസ്റ്റർ പറഞ്ഞു, പപ്പായും മമ്മിയും ഇല്ല, അപ്പോഴാണേലും സ്നാനപ്പെടുന്നതിന് കുഴപ്പം." ഞാൻ പറഞ്ഞു, "പാസ്റ്റർ, നാളെ ദൈവം വരുവാണ്, എനിക്ക് പപ്പായും മമ്മിയും എന്റെ കൂടെ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലെന്ന്." ഞാൻ പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, "ഓക്കെ, നിനക്ക് സ്നാനപ്പെടാം" എന്ന് പറഞ്ഞു. ആ സമയത്ത് ദൈവം സഹായിച്ചു, സ്നാനപ്പെടാൻ ദൈവം സഹായിച്ചു. പിന്നെ ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. ആകെ ചേച്ചി എന്റെ കൂടെയുണ്ട്. ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ചേച്ചിക്ക് പക്ഷെ ശരിക്കും പേടിയായി. കാരണം അതെന്ന് പറഞ്ഞ ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചായിരുന്നു. ഞാൻ ഐപിസിയിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഐപിസി സഭയില് വന്നിട്ട് ഞാനൊരു ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചിൽ പോയി സ്നാനപ്പെട്ടു എന്നറിയുകയാണെങ്കിൽ അതൊരു ഭയങ്കര പ്രശ്നമാവും. എന്തോ ഞാൻ അന്നത്തെ സൺഡേയില് എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞു. അതായത് ദൈവം എന്റെ അടുത്ത് സംസാരിച്ചു. എനിക്ക് സ്നാനപ്പെടണമെന്ന് ദൈവം ഒരു സ്പെഷ്യലായിട്ട് എന്നോട് സംസാരിച്ചു. ഞാൻ സ്നാനപ്പെട്ടു. അപ്പം അന്ന് അവിടെ കൂടിയിരുന്ന എല്ലാരും, അതായത് ഉണ്ടായിരുന്ന ചർച്ചിലുള്ള എല്ലാരും ഒരു ദേഷ്യത്തോടു കൂടിയാണ് നോക്കിയത്. എന്തോ ദൈവത്തിന്റെ ഒരു കൃപയാൽ അന്നൊരു ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ ഗസ്റ്റ് പാസ്റ്റർ ഒരു സാക്ഷ്യം കഴിഞ്ഞു കഴിഞ്ഞിട്ട് പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞു, "ഇന്ന് ഈ സാക്ഷ്യം പറഞ്ഞതില് എനിക്ക് ഈ കൊച്ചു പറഞ്ഞ സാക്ഷ്യം മാത്രമേ എനിക്ക് സാക്ഷ്യമായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഓക്കെ, നമ്മുടെ ഡെയിലി ലൈഫിൽ നടത്തുന്നതൊക്കെ സാക്ഷ്യമാണ്. പക്ഷെ യഥാർത്ഥമായിട്ട് എനിക്ക് ആ കുട്ടി പറഞ്ഞതിൽ എനിക്ക് ആ ഒരു പാസ്റ്ററിന്റെ വാക്ക് കാരണമാണെന്ന് തോന്നുന്നു, ചർച്ച കഴിഞ്ഞപ്പോ ആരും എന്റെ അടുത്ത് ഒന്നും ചോദിച്ചിട്ടില്ല. എന്നത്തിനാ സ്നാനപ്പെട്ടേന്നോ ഒന്നും ചോദിച്ചില്ല. എല്ലാരും ഓക്കെ, പ്രൈസ് ലോർഡ്, അത് നന്നായി, ഏതായാലും ഡിസിഷൻ എടുത്തല്ലോ എന്ന് പറഞ്ഞ് അത് അങ്ങ് മാറി. അപ്പം എന്റെ ലൈഫിലേക്ക് സ്നാനപ്പെടുന്ന ഒരു ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ അതാണ് മെയിൻ ആയിട്ട്. അങ്ങനാണ് ഞാൻ സ്നാനപ്പെടാനിടയായത് എയ്ത്ത് സ്റ്റാൻഡേർഡില്. പിന്നെ എന്റെ അടുത്ത് ചോദിച്ചു, "സാനി, ഇനി രണ്ടാമത് കമ്മൽ ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചു." കമ്മലും മാലയും ഒക്കെ, അതായത് ചിലത് ആ സമയത്തൊക്കെ ചില ആൾക്കാര്, അതായത് സ്നാനപ്പെട്ട് കഴിഞ്ഞും ഓർണമെന്റ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം ഞാൻ അന്നേ ദിവസം തന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഞാൻ സത്യം പറഞ്ഞ എന്റെ അടുത്ത് ആ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ പറഞ്ഞു, "സാനി, ഇറ്റ്സ് അപ് ടു യു. നിനക്ക് ഇടണോന്നുണ്ടെ ഇട്ടോ. ആരും ഫോഴ്സ് ചെയ്യത്തില്ല കമ്മൽ ഇടണമെന്നോ മാല ഇടല്ലെന്നോ നീ എങ്ങനെ നടക്കണോന്നുള്ളും ആരും ഫോഴ്സ് ചെയ്തിട്ടില്ല." പക്ഷെ എനിക്ക് ദൈവം, എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എനിക്കറിയില്ല എല്ലാവർക്കും എങ്ങനെയാന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞ എന്റെ ഓർണമെന്റ്സ് ഞാൻ ഊരാൻ കാരണം എന്നാന്ന് ചോദിച്ചാല്, ആഹ് ഇപ്പോഴാണേലും ഈ നിമിഷം വരെ എന്റെ അടുത്ത് ഓർണമെന്റ്സ് ഊരിയോണ്ട് മാത്രമാണ് എന്റെ അടുത്ത് പലരും വന്ന് ചോദിക്കുന്നത്, "അയ്യോ സാനിയ, സാനിയുടെ കാത് കുത്തിയിട്ടുണ്ടല്ലോ, എന്ത് പറ്റി, എന്നാ പ്രശ്നം?"
എനിക്ക് അങ്ങനാണ് ഒരു വ്യക്തിയോട് അതായത് ഞാൻ എങ്ങനെ ദൈവത്തെ കണ്ടുമുട്ടി എന്ന് പറയാൻ എനിക്കൊരു അവസരം അതുകൊണ്ട് മാത്രമാ. അല്ലെങ്കി ഇപ്പൊ ഞാൻ അതായത് എന്റെ കൂടെ തന്നെ എന്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർണമെന്റ്സ് ഇട്ട ഒരു വിശ്വാസിയുണ്ട്. അവരുടെ അടുത്ത് ആരും ചോദിക്കാറും ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ എപ്പോഴും അതെനിക്കൊരു പ്രിവിലേജ് ആയിട്ടാ ഞാൻ കൂട്ടിയേക്കുന്നത്. അതായത് ഓർണമെന്റ്സ് അത് ഊരിയോണ്ട് എന്റെ അടുത്ത് അതായത് ഒത്തിരി പേര് എന്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എന്റെ അടുത്ത് ഒത്തിരി പേര് വന്ന് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അത് മാറിയത്. പക്ഷെ നിങ്ങൾക്ക് നിർബന്ധമൊന്നും ഇല്ലല്ലോ ഊരണോന്നുള്ളത്, നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് എന്റെ അടുത്ത് ആൾക്കാർ വന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഒരു നിർബന്ധവും, അതായത് നിർബന്ധമില്ല. അത് നിർബന്ധിച്ച് മാറ്റുന്നത് എപ്പോഴും അതായത് പറഞ്ഞത് നമുക്ക് എപ്പോഴും അത് രണ്ടാമത് ഇടാൻ തോന്നും. ഒരു വ്യക്തിനെ എന്ത് കാര്യത്തിലും നിർബന്ധിക്കുകയാണെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു കൊച്ചുകുട്ടിയുടെ പോലെ തന്നെ എന്താണോ നിർബന്ധിക്കുന്നത് അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. പിന്നെ ഇപ്പം ആരേലും എന്നോട് നിർബന്ധിക്കുവാണേല് എനിക്ക് ഓഫ് കോഴ്സ് അത് രണ്ടാമത് ഇടാനുള്ള ഒരു ടെൻഡൻസി. ദൈവം സഹായിച്ച് ഈ ഒരു നിമിഷം വരെ എനിക്ക് എന്റെ ഫ്രണ്ട്സ് കൂടെ ഓർണമെന്റ്സ് നിരത്തി വെച്ച് എന്നെ കാണിക്കും. ഇത് കണ്ടോ, ഇതാണോ നല്ലത്, അതാണോ. ഞാൻ അവർക്ക് ഓപ്ഷൻ, അപ്പം അവർക്ക് ഓക്കെ അത് നിനക്ക് ചേരും, നിനക്കത് ചേരാറുണ്ട്. എനിക്ക് ഇന്നേ വരെ എനിക്ക് ഇടണോന്നോ രണ്ടാമത് അതൊന്ന് ഇടണോന്നോ അത് യൂസ് ചെയ്യണോന്നോ ദൈവം സഹായിച്ച് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അതായത് എനിക്ക് ഊരാനുള്ള ഒരു തോന്നല് എന്ന് വെച്ചാല് എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യം പറയണം. അതായത് ഒരു അവിശ്വാസി കണ്ടു കഴിഞ്ഞാൽ ഇന്നും എന്റെ അടുത്ത് ഒരു വ്യക്തി ചോദിച്ചു, അയ്യോ സാനിയ കമ്മൽ ഊരിയിട്ടുണ്ടല്ലോ, നേരത്തെ അപ്പൊ എങ്കായിരുന്നു, അതെങ്ങനെയാ മാറാൻ കാര്യം, അതെന്തിനാ മാറിയത്. ആ ഒരു കാരണത്താലാണ് ഞാൻ ബേസിക്കലി കമ്മൽ ഊരാൻ കാര്യം. കാരണം എന്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്, എന്തിനാ സാനിയ കമ്മൽ ഊരിയത്, ഊരാതെ നിൽക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഒറ്റയൊരു കാരണത്താൽ, ഇപ്പം താൻ എന്റെ അടുത്ത് ചോദിച്ചല്ലോ, ആ ഒറ്റയൊരു കാരണത്താലാണ് ഞാൻ ഇത് ഊരിയെന്ന് പറഞ്ഞു. അത് അത് അടുത്ത ഒരു സെക്ഷൻ, ഞാൻ എന്തുകൊണ്ടാണ് കമ്മൽ ഊരിയെന്നുള്ളത്. പിന്നെ ചേച്ചി ഈ വിശ്വാസി വന്നെന്ന് അറിഞ്ഞപ്പം ഓൾമോസ്റ്റ് നാട്ടുകാരും എല്ലാരും അറിഞ്ഞപ്പം എന്റെ സ്കൂൾ ലൈഫിലെ കാര്യമാണ് അടുത്തത് പറയുന്നത്. സ്കൂൾ ലൈഫിൽ അപ്പൊ 4th സ്റ്റാൻഡേർഡ് ഒരു 5th ഒക്കെ ആയപ്പോഴത്തേനും എല്ലാരും ഓൾമോസ്റ്റ് എന്റെ സ്കൂളില് മമ്മി ഒരു ടീച്ചറായിരുന്നു. മമ്മി പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയായിരുന്നു ഞാനും പഠിച്ചത്. അപ്പം എന്റെ ചേച്ചി, എന്റെ ബ്രദർ, ഞങ്ങൾ 3 പേരും അതേ സ്കൂളിൽ തന്നെ. അതെന്ന് പറഞ്ഞാല് ഒരു കോട്ടയത്തെ തന്നെ ഏറ്റവും ഒരു ഫേമസ് സ്കൂളാണ്. അവിടെയുള്ള സകല പിള്ളേരും എല്ലാരും ആ സ്കൂളില്, സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ എന്നാണ് പറയുന്നത്, ആനക്കല്ല്. അത് ഒരു ഭയങ്കര ഫേമസ് സ്കൂളാണ്. അപ്പം മമ്മി അവിടെ പഠിപ്പിക്കുന്നോണ്ട് ഓട്ടോമാറ്റിക്കലി ഞാനും അവിടുന്ന് തന്നെയാണ് പഠിച്ചു തുടങ്ങിയതും എല്ലാം. 5th ഗ്രേഡിൽ കയറിയപ്പം എല്ലാരും അറിഞ്ഞു. അതായത് എന്താ ഞങ്ങളെല്ലാം ഇതുപോലെ, പ്രത്യേകിച്ച് അപ്പം മമ്മിയുടെ ഒബ്വിയസ്ലി മമ്മി കമ്മൽ ഊരി കഴിഞ്ഞപ്പോ എല്ലാരും ചോദിക്കാൻ തുടങ്ങി ഇതെന്താ. പിന്നെ മമ്മിയുടെ ജോലിക്ക് തന്നെ ഒരു ഇഷ്യൂ ആയിട്ട് വരാൻ തുടങ്ങി. അതായത് അവിടുത്തെ മാനേജ്മെന്റ് പറഞ്ഞു ടീച്ചർ കാത്തലിക് ആണെന്ന് അറിഞ്ഞോണ്ടാണ് ഞങ്ങള് ടീച്ചറിന് ജോലി ഇവിടെ തരുവൊക്കെ ചെയ്തത്. മമ്മി ഓൾമോസ്റ്റ് അവിടെ 28 ഇയേഴ്സ് മമ്മി വർക്ക് ചെയ്തിട്ടുണ്ട് ആ സ്കൂളിൽ തന്നെ. മമ്മി 8th 9th ഗ്രേഡിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. വിശ്വാസി വന്നു എന്നറിഞ്ഞപ്പം മമ്മീനെ ഡീപ്രൊമോട്ട് ചെയ്തിട്ട് 1st-ഉം 2nd-ഉം ഗ്രേഡിലേക്ക് മമ്മീനെ ഡീപ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. എന്നാലും മമ്മിക്ക് വിഷമം തോന്നിയെങ്കിലും ഭാവിയിൽ മുമ്പോട്ട് പോകും തോറും മമ്മിക്ക് അതൊരു എളുപ്പമായിട്ട് മാറി. അതായത് ഒരു 8th 9th പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ക്ലാസ് അറേഞ്ച് ചെയ്യണം, അങ്ങനെ കുറെ ക്ലാസ് ഒക്കെ എക്സ്ട്രാസ് വേണം. ഇപ്പം മമ്മിക്ക് നോക്കുമ്പോൾ സാലറി ഒരിക്കലും അവർക്ക് കുറയ്ക്കാൻ പറ്റുകയില്ല. സെയിം സാലറിയിൽ മമ്മിക്ക് എളുപ്പമാ. മമ്മി പറഞ്ഞു ഏറ്റവും കൂടുതൽ നമുക്ക് സ്നേഹം കിട്ടുന്നത് കൊച്ചു പിള്ളേരെ. മമ്മി പറഞ്ഞ 1st-ഉം 2nd-ലും സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആ പിള്ളേർ നമ്മളോട് കാണിക്കുന്ന ആ ഒരു സിൻസിയാരിറ്റി എന്ന് പറയുന്നത്. മമ്മി പറഞ്ഞു മമ്മിക്ക് മെന്റലി മമ്മി ഭയങ്കര ഹാപ്പിയായി. മറ്റുള്ളവർ നോക്കുമ്പോൾ മമ്മീനെ ഡീപ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞാലും മമ്മി മെന്റലി ഭയങ്കര ഹാപ്പിയായി. പക്ഷെ മമ്മി ഹാപ്പി ആയെങ്കിലും എന്റെ ഒരു ലൈഫ് എന്ന് വെച്ചാൽ, സ്കൂൾ ലൈഫ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു വല്ലാത്ത ഒരു ലൈഫിൽ കൂടെയാണ് സ്കൂൾ ലൈഫ് പോയത്. കാരണം വിശ്വാസി വന്നെന്ന് പറഞ്ഞപ്പം എല്ലാ ടീച്ചേഴ്സും പിള്ളാരും എന്നെ ഒരു ഭയങ്കര ഇൻഡിഫറന്റ് ആയിട്ടായിരുന്നു കണ്ടത്. അതായത് ഓക്കെ അവള് വിശ്വാസി പോയി. ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഈ പെന്തക്കോസ്റ്റൽ എന്ന് പറയുമ്പം ആരും അധികം ഇല്ല, അധികം ആൾക്കാർ പോവോ കേൾക്കുവോ ഒന്നും ചെയ്തില്ല. അപ്പം അന്ന് തൊട്ട് ടീച്ചേഴ്സിന്റെ ഒരു നോട്ടപ്പുള്ളിയായി. അതായത് വിശ്വാസി വന്നെന്ന്, മമ്മിയും കൂടെ വിശ്വാസി വന്നെന്ന് പറഞ്ഞപ്പം ഞാനൊരു നോട്ടപ്പുള്ളിയായി. അതായത് സ്കൂളില് ഒന്ന് ബെഞ്ച് കുലുങ്ങിയാലും പറയും അത് ഞാൻ കാരണമാ കുലുങ്ങിയെന്ന്.
അതുപോലെ അതായത് ഭയങ്കര ഒരു മെന്റലി ഭയങ്കര ഒരു ടോർച്ചർ ആയിരുന്നു ആ സമയത്ത്. അതായത് ഒരു ചൈൽഡ്‌ഹുഡില് പഠിക്കുന്ന ടീച്ചേഴ്സ് ആണേലും ഇപ്പം എന്തെങ്കിലും ഒരു ക്ലാസ്സിൽ പ്രശ്നം ഉണ്ടായാൽ അതിലും ഞാൻ ഇൻവോൾവ്ഡ് ആയിരിക്കും. ഈവൻ ഞാൻ അറിഞ്ഞോ അറിയാതെയോ അപ്പം മമ്മിക്കും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അയ്യോ! ടീച്ചറിന്റെ കൊച്ച്. അപ്പം മമ്മി പറയും, "നീ അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കണം." ഞാൻ പറയും, "മമ്മി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല." അപ്പൊ പറയും, "ഇല്ല കണ്ടോ ഇപ്പൊ പറയുന്ന ജോസമ്മ ടീച്ചറിന്റെ മോള് അതിൽ ഇൻവോൾവ് ആയി ഇതില്." ഞാൻ പറഞ്ഞു, "മമ്മി ഞാൻ അതുപോലെ തന്നെ ഇതേ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ബ്രദറും ഇത് ചെയ്തത്. ക്ലാസ്സിൽ എന്ത് നടന്നാലും എന്റെ ബ്രദറിന്റെ പേരും കാണും. അതായത് വേറെ ഏതെങ്കിലും കൊച്ചു ക്ലാസ്സിലാണെ എന്റെ പേര് കാണും. അപ്പം ഞാൻ പറഞ്ഞു, "മമ്മി ഇത് ഭയങ്കര പാടാ. ഭയങ്കര ടീച്ചേഴ്സ് അനാവശ്യമായിട്ട് ടോർച്ചർ ചെയ്യും. എണീപ്പിച്ച് നിർത്തിയിട്ട് ഇൻസൾട്ട് ചെയ്യും." ആ സമയത്ത് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. എണീറ്റ് നിർത്തിയിട്ട് അതായത് നീ വിശ്വാസി വന്നു. ഓ നിങ്ങൾ വലിയ ബന്ധുക്കോസുകാരല്ലേ, കൈകൊട്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ. ആ സമയത്ത് ആ കൊച്ചു ക്ലാസ്സിലായിരുന്നപ്പോ എനിക്കതൊരു ഒരു നാണക്കേട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പറയുന്നത്, ഓ നിങ്ങൾ കൈകൊട്ടിക്കാരല്ലേ. ആ സമയത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട്. ആ ഒരു കൊച്ചു ക്ലാസ്സിൽ അങ്ങനെ പോയത്. എന്നാലും മമ്മി പറയും, എടി സാരമില്ല, അതിലൊക്കെ നമുക്ക് ബെറ്റർ ആകുമെന്ന് പറഞ്ഞു. പിന്നെ 8th സ്റ്റാൻഡേർഡിലാണ് ഞാൻ കേറി. ആ സമയത്തും ഈ 8th വരെ ഞാനെന്ന് വെച്ചാല് പല രീതിയില് പല ടീച്ചേഴ്സ് വല്ലാത്ത രീതിയില് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പഠിപ്പിക്കുന്ന കാര്യമാണേലും എല്ലാ രീതിയിലും. അപ്പം പിന്നെ 8th കേറിയപ്പോഴാണ് ഞാൻ സ്നാനപ്പെടുന്നത്. ഞാനും കൂടെ സ്നാനപ്പെട്ടു എന്ന് കഴിഞ്ഞപ്പത്തേനും പിന്നെ അവിടെ 9th 10th ആ രീതി തന്നെയാണ്. ഓരോ ക്ലാസ്സിലും അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ടീച്ചേഴ്സിന്റെ. ഇപ്പൊ മമ്മി പറയും, എടി സ്കൂളൊന്നും മാറാൻ പറ്റത്തില്ല, നല്ല സ്കൂളാ, ദൈവമായിട്ട് നമുക്ക് ഇവിടെ ഉള്ളതാ, ഓരോരുത്തരൊക്കെ ഇവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുക, അതുകൊണ്ട് സ്കൂളൊന്നും മാറുമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 10th പാസ്സായി. ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പം എനിക്ക് 10th 85% ആയിരുന്നു മാർക്ക് കിട്ടിയത്. ആ സ്കൂളില് 85% എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എന്താ ബിലോ ആവറേജും കഴിഞ്ഞിട്ടുള്ള ഒരു ലെവലാണ് 85% എന്ന് പറയുന്നത്. ആ സമയത്ത് 11th അഡ്മിഷന്റെ സമയമായിരുന്നു. ആ സമയത്ത് പറഞ്ഞു, ഓക്കെ ഇവിടെ പഠിച്ച കൊച്ചായോണ്ട് ഓക്കെ ഞാൻ 11th അഡ്മിഷൻ കൊടുക്കാമെന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു. എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു അവിടെ പഠിക്കാനും. എനിക്ക് താല്പര്യം കാരണം അതുപോലെ മെന്റൽ പ്രഷർ ആയിരുന്നു. അതായത് 11th 12th എന്ന് പറയുന്നത് അവിടെ ICSE സ്റ്റുഡൻസിൽ മാത്രമായിരുന്നു. CBSEയും ICSEയും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അതായത് അവർ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പം മമ്മി പറഞ്ഞു, ആ സമയത്ത് പപ്പ നാട്ടിലില്ലായിരുന്നു. മമ്മി പറഞ്ഞു, എടി ഇനി വേറെ സ്കൂളൊന്നും തപ്പിപ്പോവാൻ പറ്റുകേല, നീ ഈ സ്കൂളിൽ തന്നെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. 11th തുടങ്ങി കഴിഞ്ഞപ്പം എനിക്കാണെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം എന്റെ കൂടെയുള്ള അതേ സ്കൂളിൽ പഠിച്ച ആകെ 3 പിള്ളാരും ബാക്കി ഒരു ക്ലാസ്സിൽ ഏകദേശം 55 സ്റ്റുഡൻസ് വരെ ഉണ്ടായിരുന്നു. അതായത് എ തൊട്ട് ഐ വരെ ഡിവിഷൻസ് ഉണ്ടായിരുന്നു ആ സ്കൂളില്. അതായത് +1 +2 തന്നെ ഐ വരെ അത്രയും. അതിന്റെ അകത്തെ ഒരു 90% ICSE പിള്ളാര്. ഇത് ടീച്ചേഴ്സ് വരും. നമ്മള് എഴുതാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് അവർ ആൻസർ പറയും. അപ്പൊ ടീച്ചേഴ്സ് നോക്കുമ്പോ ഓക്കെ ഈ 3 പിള്ളേർക്ക് വേണ്ടി അവർ ഒരിക്കലും ലിസൺ ചെയ്യത്തില്ല. ഞാൻ ഭയങ്കര മെന്റലി ഭയങ്കര ഡൗൺ ആയി. അതായത് പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഇവരെന്താ പഠിപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. ആ സമയത്തായിരുന്നു ചേച്ചിയുടെ കല്യാണം എല്ലാം ഫിക്സ് ചെയ്തിരുന്ന സമയത്ത്. അപ്പം ഞാൻ 11th പഠിക്കുമ്പോഴായിരുന്നു ചേച്ചിയുടെ കല്യാണം ഫിക്സ് ചെയ്യുകയെല്ലാം ചെയ്തേ. അപ്പം ഒരു സൈഡില് കല്യാണത്തിന്റെ ഓരോ കാര്യങ്ങള്, അതിന്റെ ഒരു വീട്ടിലൊരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കസിൻസ് ആരും വീട്ടിൽ കേറ്റത്തില്ല. പപ്പായോട് ഇങ്ങനെ ചേച്ചിയുടെ കല്യാണം ഫിക്സ് ചെയ്തപ്പം വീട്ടുകാര് പറഞ്ഞു, ഞങ്ങൾ ആരും കല്യാണത്തിന് വരത്തില്ല, നിങ്ങൾ തന്നെ ഇഷ്ടമുള്ള രീതിയിൽ നടത്തിക്കോളാൻ പറഞ്ഞു. അപ്പൊ പപ്പായ്ക്കൊരു വിഷമം. വീട്ടിലെ ഏറ്റവും മൂത്ത മോളാ, ആദ്യത്തെ കല്യാണമാണ്, ആരും ഹെൽപ്പ് ചെയ്യാനില്ല. അതായത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. യൂഷ്വലി അത് ഒരു കല്യാണം എന്ന് പറയുമ്പത്തേനും വീട്ടില് തലേദിവസവും ഒരാഴ്ച തൊട്ട് അതിന്റേതായ ബഹളം ഉണ്ടായിരിക്കും. കുറെ കസിൻസ് വന്ന് കസിൻസിന്റേതായ ബഹളം. ഇത് തലേദിവസം ആകെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാല് ഞങ്ങളുടെ ചർച്ചിലെ 2 മെമ്പേഴ്സും പാസ്റ്ററുടെ വൈഫും മാത്രമാണ് തലേദിവസം കല്യാണത്തിനുണ്ടായിരുന്നത്. ആ സമയത്ത് ഒരു വ്യക്തിയില്ല. കല്യാണത്തിനാണേലും രാവിലെ ചേച്ചി ജസ്റ്റ് സാരി മാറാൻ വേണ്ടി പോയി, തിരിച്ചു വന്നു. ആരും ആണെങ്കില് ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ഒന്നുമില്ല. ആകെ കംപ്ലീറ്റ് ഓടാനും എല്ലാം ഉള്ളത് പപ്പായും ഉണ്ടായിരുന്നു, എന്റെ ബ്രദറും ആയിരുന്നു എല്ലാ കാര്യങ്ങളും.
കല്യാണത്തിന്റെ അറേഞ്ച് ചെയ്യുവാനും എല്ലാം ഓടിയത്. ഈവൻ ആ സമയം വരെ ചേച്ചിയുടെ കല്യാണം മുടക്കാൻ ഒത്തിരി പപ്പായുടെ ബ്രദേഴ്സ് ഒത്തിരി നോക്കി. ചേച്ചിയുടെ കല്യാണം മുടക്കാനും കാര്യങ്ങളെല്ലാം. പക്ഷെ ആ സമയത്തൊക്കെ ദൈവം ഒരു പ്രത്യേക ഒരു ബ്ലെസ്സിങ്സും കാര്യങ്ങളും എല്ലാം ദൈവം നൽകി തന്നു. അപ്പം ഈ കല്യാണത്തിന്റെ പുറകെ നിന്നോണ്ട് എന്റെ എഡ്യൂക്കേഷനെ നല്ല പോലെ അത് അഫക്ട് ചെയ്തു. അത് അതായത് കല്യാണം പ്രമാണിച്ച് മാത്രമല്ല, പിന്നെ ടീച്ചേഴ്സിന്റെ സൈഡീന്ന് ഈ വിശ്വാസത്തിൽ പോയോണ്ട് ഭയങ്കരായിട്ട് ഒരു സ്ട്രഗിൾ ആയിരുന്നു. ഈവൻ ഞാൻ ഇപ്പോഴും അതായത് എനിക്ക് എന്റെ ലൈഫിൽ അത് മറക്കാൻ പറ്റില്ലാത്ത ഒരു കാര്യം, എന്റെ ഒരു മാത്തിന്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറിനറിയാം, അതായത് എനിക്ക് പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാകുന്നില്ലെന്നറിയാം. എങ്കിൽ പോലും എന്നെ എണീപ്പിച്ച് നിർത്തിയിട്ട് പറയും, "ഓക്കെ." ഒരു ദിവസം എന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു. അതായത്, "സാനിയ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കില് ഞാൻ എന്റെ ജോലി തന്നെ ഈ സ്കൂളീന്ന് നിർത്തിപ്പോകുന്നു." അപ്പൊ അതൊരു മെന്റലി ഭയങ്കര ഒരു സ്ട്രഗിൾ ആയിരുന്നു. പിന്നെ ഈവൻ ഒരു ടീച്ചറാണെ ഓക്കെ. ഇപ്പം ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സിലും ഒരു എന്തോ ഒരു നോട്ടപ്പുള്ളി പോലെ. അപ്പൊ ഞാൻ ഓർക്കും, ദൈവമേ, ഞാൻ അനങ്ങാതെ ഞാൻ ഒരു ഒരു വ്യക്തിയെ ശല്യം ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്കിലും എന്തിനാണ് ഇതുപോലെ ടോർച്ചർ ചെയ്യുന്നെ? പല ടീച്ചേഴ്സ് ആണേലും എപ്പഴും ഫ്രണ്ടിൽ കൊണ്ടോയി നിർത്തും. അതായത് ഫ്രണ്ടിലെ ബെഞ്ചിൽ അതും ഞാൻ ആ സമയത്ത് 11th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ആ സമയത്ത് ബോയ്സിന്റെ സൈഡിൽ കൊണ്ടോയി ഇരുത്തും. അതൊരു ഭയങ്കര ഒരു ഇൻസൾട്ട് ആയിട്ട് ആ സമയത്ത് ഞാൻ ഓർത്തിട്ടുണ്ട്. ദൈവമേ, ഞാൻ സൂയിസൈഡ് ചെയ്താലോ എന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. അതുപോലെ അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ മമ്മിയുടെ അടുത്ത് ഞാൻ പറയുമായിരുന്നു, "മമ്മി, ടീച്ചേഴ്സ് ഭയങ്കര ടോർച്ചറിങ് മമ്മി, ഒട്ടും പറ്റത്തില്ല." അപ്പം മമ്മി അതേ സ്കൂളിൽ പഠിപ്പിക്കുന്നോണ്ട് മമ്മി പറയുന്നത്, "എടി അങ്ങനൊന്നും ഇല്ല, എനിക്ക് ആ ടീച്ചേഴ്സിനെയൊക്കെ അറിയത്തില്ലേ, അവരങ്ങനൊന്നും ചെയ്യത്തില്ല." മമ്മി ഒട്ടും വിശ്വസിക്കത്തില്ലായിരുന്നു. ഞാൻ ആ സമയത്ത് അതുപോലൊരു മെന്റലി ഭയങ്കര ഡിസ്ട്രസ്ഡ് ആയിരുന്നു. അത്രയ്ക്കും മെന്റലി ഇതായിരുന്നു. മമ്മി അത് പറഞ്ഞിട്ട് ഒട്ടും മനസ്സിലാകത്തില്ല. എന്നാലും ദൈവം പറയുന്നു, ഒരിക്കലും ദൈവം തന്ന ലൈഫ് നമുക്കൊരിക്കലും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോഴും ഞാൻ എപ്പോഴും ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു രാത്രി. അതായത് അതൊരു പൊറുവർക്കലാണോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ ആ കുഞ്ഞു പ്രായത്തിൽ ദൈവം അതൊന്നും കൺസിഡർ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചോദിക്കുന്നത്, ദൈവം എനിക്കെന്താ ദൈവമേ ഇങ്ങനെ, അതായത് എനിക്കൊരു നല്ല സ്കൂൾ ലൈഫ് എനിക്ക് എന്റെ ജീവിതത്തിൽ, അതായത് ഒരു അതായത് വിശ്വാസി വന്ന സമയം തൊട്ട്, അതായത് ചേച്ചിയുടെ സമയം തൊട്ട് ഈ ഒരു ടൈം വരെ എനിക്കൊരു സ്കൂൾ ലൈഫ്, ഒരു പ്രോപ്പർ ഒരു നല്ല ഒരു സ്കൂൾ ലൈഫ് എനിക്ക് കിട്ടിയിട്ടില്ല. എപ്പം നോക്കിയാലും എന്തെങ്കിലും കംപ്ലൈന്റ്സും കാര്യങ്ങളും. എന്നാ ഞാനൊട്ട് അതിനകത്ത് ഒന്നും ഇൻവോൾവ് ആയിട്ടില്ല. അതൊരു ഭയങ്കര മെന്റലി ഭയങ്കര ഇത് ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് അതായത് ഫൈനൽ എക്സാമിന്റെ സമയത്ത് എനിക്ക് 11ത്തിലെ മാർക്ക് ഭയങ്കര കുറവായിരുന്നു. അപ്പം മമ്മീനെ പ്രിൻസിപ്പൽ വിളിച്ചിട്ട് പറഞ്ഞു, "ഇങ്ങനെ ഒരു സ്റ്റുഡന്റിനെ ഞങ്ങൾക്ക് പറ്റത്തില്ല. അതായത് ഞങ്ങൾക്ക് ഇവിടെയുള്ള ഐസിഎസ്ഇ സ്റ്റുഡന്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കെല്ലാം 95 എബോവ് ഉള്ള സ്റ്റുഡന്റ്സിനെ മാത്രം മതി. ഞങ്ങൾക്ക് ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡന്റ്സോ നമുക്ക് നോക്കാനും പറ്റത്തില്ലെന്ന്" പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു, ഓക്കെ. അപ്പം മമ്മി ചോദിച്ചു, "നിനക്കെങ്ങനെ ഇവിടെ തന്നെ കണ്ടിന്യൂ?" ഞാൻ പറഞ്ഞു, ഞാൻ ഒത്തിരി പ്രാവശ്യം മമ്മിയുടെ അടുത്ത് മമ്മി പറഞ്ഞു, "ഇല്ല, നീ പഠിക്കാഞ്ഞിട്ടാ. നിനക്ക് പഠിക്കാൻ കഴിവില്ലാഞ്ഞിട്ടൊന്നും അല്ല. നീ ഉഴപ്പി നടക്കുക." പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞു, "മമ്മി, അല്ല, എനിക്ക് പറ്റുന്നില്ല. എനിക്ക് പറയുന്ന ടീച്ചേഴ്സ് പറയുന്നത് മനസ്സിലാകുന്നില്ല" എന്ന് പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു, ഓക്കെ. പപ്പ പറഞ്ഞു, "ഇല്ല, അവള് ഉഴപ്പി നടക്കുക." അതായത് പപ്പ അവിടെ ഇല്ലായിരുന്നു. അപ്പം പപ്പ മുഴുവൻ മമ്മിയെ ബ്ലെയിം ചെയ്തു. അതായത്, "നീ ശരിക്കും ശ്രദ്ധിക്കാത്തോണ്ടാണ് ഞാൻ ഉഴപ്പിപ്പോയത് പഠിക്കാത്തേന്ന്." അപ്പം മമ്മി പറഞ്ഞു, ഓക്കെ, അടുത്തുള്ള ഒരു സ്കൂളിൽ പപ്പ പിന്നെ തിരിച്ചു വന്ന് എനിക്ക് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിൽ പോയി. അപ്പം ആ സ്കൂളില് ജോയിൻ ചെയ്തു. ഞങ്ങൾക്ക് നോർമൽ ക്ലാസ് തുടങ്ങി. ആഹ് അപ്പം ആ സമയത്ത് ആ ഒരു നമുക്ക് ഈ സ്കൂള് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ എടുക്കൂല്ലോ നമുക്ക് അഡ്മിഷനും കാര്യങ്ങളും എല്ലാം കിട്ടാൻ. ആ ഒരു ടൈമില് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവായിരുന്നു, "ദൈവമേ, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നത്? എല്ലാ കാര്യത്തിലും അതായത് 10th വരെ കുഴപ്പമില്ലായിരുന്നു. ഈ 11th കേറിയിട്ട് ദൈവം എന്റെ ബുദ്ധി എടുത്തു കളഞ്ഞോ? എനിക്കെന്താ ഒന്നും മനസ്സിലാകാത്തെ? ഒരു മന്ദബുദ്ധിയുടെ കൂട്ടായി പോയല്ലോ" എന്നൊക്കെ ഞാൻ ഒത്തിരി രാത്രി കിടക്കുമ്പോ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവായിരുന്നു, "ദൈവമേ, എന്തുകൊണ്ടാ?" അപ്പൊ ഞാൻ ഒരു ദിവസം വായിച്ചപ്പോ ചേച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോ എല്ലാം കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാല് എന്നോട് പറയും, "എടി, നീ ബൈബിള് വായിക്ക്. നിനക്ക് ഒരു വാക്ക് എവിടെയേലും ഒന്ന് ടച്ച് ചെയ്യുമെന്ന്" പറഞ്ഞു. അന്ന് ഞാൻ ഒരു വായിച്ചായിരുന്നു. അന്ന് ഞാൻ വായിച്ചത് സങ്കീർത്തനം 91ന്റെ അകത്ത് വായിച്ച എനിക്ക് കിട്ടിയ ഒരു വാക്യായിരുന്നു. "അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിക്കാൽ ഞാൻ അവനെ ഉയർത്തും." അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ, എനിക്ക് ദൈവത്തെ അറിയാം. ദൈവം എന്നിട്ട് എന്നെ ഉയർത്തിയില്ലല്ലോ. ഞാൻ തോറ്റു പോവല്ലേ ചെയ്തത് 11th ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്നാലും പിന്നെയും പറഞ്ഞു, "ഇല്ല, എനിക്ക് ആ വാക്യം ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു." അപ്പൊ ഞാൻ ഓർത്തു, ഓക്കെ, ചിലപ്പം ദൈവം എനിക്കൊരു ന്യൂ ബിഗിനിങ് തരണ്ടിയിട്ടായിരിക്കും.
ഈ പറഞ്ഞ പോലെ എനിക്ക് 11th വേറെ പുതിയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. ഞാൻ അവിടെ ജോയിൻ ചെയ്തു. എന്നാലും എനിക്ക് മനസ്സിലൊരു എപ്പഴും ഒരു വിഷമമായിരുന്നു. അയ്യോ! എല്ലാരും ഓർക്കും ഞാൻ തോറ്റിട്ട് വന്ന കൊച്ചാണ്. എനിക്ക് പഠിക്കാൻ കഴിവില്ലാത്ത ഒരു കൊച്ചാണ്. എനിക്കത് മെന്റലി വിഷമം വന്നെങ്കിലും പിന്നെ നോർമലി 11th ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കറിയില്ല. അതായത് ഇത്രയും നാളും എനിക്ക് ടീച്ചേഴ്സ് അതായത് പഴയ സ്കൂളിൽ പഠിപ്പിച്ച കാര്യം മനസ്സിലാകാത്തത് എനിക്കെങ്ങനെ ഇപ്പൊ പെട്ടെന്ന് അതായത് മാത്ത് ആണേലും ഏത് സബ്ജക്റ്റ് ആണേലും എനിക്ക് ഞാൻ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ എനിക്ക് ആൻസർ ചെയ്യാൻ എന്നെ അതായത് ക്ലാസ്സിലാണേലും എക്സാമിനാണേലും എനിക്ക് ഭയങ്കര മാർക്ക്. എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഞാൻ ഓർത്ത് ദൈവമേ പെട്ടെന്ന് എന്റെ ബുദ്ധി ദൈവം തുറന്നു. അതായത് ഇത്രയും നാളും എനിക്ക് മനസ്സിലാകാത്ത കാര്യം അപ്പൊ പപ്പ പറഞ്ഞു, "ഓക്കെ നീ പഠിക്കാത്തോണ്ടാന്ന്" പറഞ്ഞു. എനിക്കൊരു ട്യൂഷനും ആഡ് ചെയ്തായിരുന്നു ആ കൂടെ തന്നെ 11th. അപ്പം ട്യൂഷന്റെ ടീച്ചർ എന്നെ പണ്ട് പഴയ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചറായിരുന്നു. അപ്പൊ ടീച്ചർ ഒരു ദിവസം മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു, "എനിക്കറിയത്തില്ല സാനിയ അത് പൊട്ടി കളിക്കുവായിരുന്നോ പണ്ട്? ഇപ്പൊ സാനിയക്ക് എന്തൊരു ഡിഫറൻസ് അതായത് എന്നാ ആൻസേഴ്സ് ഒക്കെ എന്ത് ക്വിക്കായിട്ടാ ചെയ്യുന്നത്. ഇതുപോലെ അറിയാഞ്ഞിട്ട് അറിയാത്ത പോലെ അഭിനയിക്കുവായിരുന്നോ പണ്ടായിരുന്നപ്പം? അതുപോലെ അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു, "മമ്മി ഞാന് അഭിനയിക്കുകയൊന്നും ചെയ്ത് എനിക്കറിയില്ല ഞാൻ എങ്ങനാണ് ആ അതായത് എനിക്ക് ആ സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോ ദൈവം എനിക്കൊരു ഭയങ്കര ഒരു ചേഞ്ചസ് ദൈവം തന്നു. അപ്പൊ ഞാൻ എപ്പോഴും ആ വാചനം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ആ ഒരു വാക്യം ഞാൻ വായിക്കുമായിരുന്നു. ആ സങ്കീർത്തനം 91ന്റെ അതായത് അപ്പൊ ശരിക്കും പറയാൽ ആ വാചനത്തിൽ പറഞ്ഞ പോലെ തന്നെ ദൈവത്തോട് പറ്റിയിരുന്നോണ്ട് ദൈവം ശരിക്കും അത് ഉയർത്തി എന്ന് പറഞ്ഞാല് അത് ഇമാജിൻ ചെയ്യാൻ പറ്റുകയില്ലാത്ത മാർക്കും ഈവൻ ഞാൻ ആ സമയത്ത് സ്കൂളിലെ ആ സമയത്തെ ടോപ്പറായി ഞാൻ ഓർക്കും അതിനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ലാന്ന് ഞാൻ ഓർക്കും. അത്രയ്ക്ക് എനിക്കറിയാം ഞാൻ 11th മറ്റേ പഴയ സ്കൂളിൽ എങ്ങനായിരുന്നെന്നും എനിക്കറിയാം. ദൈവം അത് ശരിക്കും ആ സമയത്ത് എന്താ എന്റെ ആ ഒരു ബുദ്ധിയെ ശരിക്കും അപ്പം ഞാൻ എപ്പോഴും ഓർക്കും ദൈവമേ ദൈവത്തിന് ഒരു മനുഷ്യനെ ബുദ്ധി ഇല്ലാത്ത അതായത് നമുക്കത് സെൻസ് ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളെ ആക്കാനും പറ്റും. അതേ സമയത്ത് ഒരു വ്യക്തിനെ ഉയർത്തണമെന്ന് വെക്കുവാണെങ്കിൽ ദൈവത്തിന് അത് ഉയർത്താനും പറ്റുമെന്ന്. അത് അത് ദൈവം എന്റെ ഒരു വലിയൊരു ജീവിതത്തിൽ നൽകിയ ഒരു സാക്ഷ്യമാണ്. പിന്നെ ദൈവം സഹായിച്ച് എനിക്ക് നല്ലൊരു കോളേജില് അഡ്മിഷൻ കിട്ടി. ബയോമെഡിക്കൽ എടുക്കണോന്ന് വെച്ച് പോയതല്ല. ബയോമെഡിക്കൽ എന്താന്ന് അറിയത്തില്ലാതെ പോയി അഡ്മിഷൻ കിട്ടിയ ഒരു വ്യക്തിയാണ്. ഞാൻ ഓർത്ത് ഒരു സയൻസ് റിലേറ്റഡ് ആണെന്നും കരുതി പോയതാ. പക്ഷെ എഞ്ചിനീയറിംഗ് ആണെന്നറിയാം. എങ്കിലും ബയോമെഡിക്കലില് അതില് കേറാന് എന്താ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഇന്നൊക്കെയാണ് മെഡിക്കൽ എക്യുപ്മെന്റ്സിനെ പറ്റിയുള്ള കാര്യമാന്നുള്ളത്. അത് പിന്നീടാണ് മനസ്സിലായത്. കോളേജിലാണേലും ദൈവം കോളേജിൽ ആ സമയത്താണേലും ഞാന് വിശ്വാസത്തിലാണേലും നല്ല അടിച്ചു പൊളിച്ച് ഉള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞ പോലെ ഞാൻ പറയുന്ന പോലെ എന്നാ ദൈവം ഉള്ളു കാണുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരിക്കലും എന്റെ ആ അടിച്ചുപൊളിത്തരത്തിലൊന്നും ദൈവം കൺസിഡർ ചെയ്തിട്ടില്ല. എന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ദൈവം നടത്തിയിട്ടേ ഉള്ളൂ. അതായത് നല്ല സ്റ്റൈലിഷ് ആയിരുന്നു ഞാന്. എനിക്ക് അതായത് എത്ര ഒരുങ്ങി നടക്കാൻ പറ്റുമോ അത്രയും ഞാൻ ഒരുങ്ങിയേ ഞാൻ നടക്കത്തുള്ളൂ. ഓർണമെന്റ്സ് ഒന്നും യൂസ് ചെയ്തില്ലായിരുന്നു. പക്ഷെ ബാക്കിയുള്ള രീതിയിൽ എങ്ങനെയൊക്കെ എനിക്ക് ഒരുങ്ങി നടക്കാൻ പറ്റുമോ ആ ഒരു രീതിയിലായിരുന്നു ഞാൻ ഒരുങ്ങി നടക്കുകയെല്ലാം ചെയ്തത്. അപ്പം ഞാൻ ജോയിൻ ചെയ്ത അതേ കോളേജിൽ തന്നെ ഒരു വിശ്വാസി കൊച്ചുണ്ട് അത് എസ്തർ. അപ്പം എസ്തർ വന്നപ്പം എന്താ നമ്മുടെ ശരിക്കും ടിപ്പിക്കൽ ഒരു പെന്റക്കോസ്റ്റൽ അതായത് മുടിയൊക്കെ നീട്ടി നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് എന്താ നമ്മുടെ പണ്ടത്തെ രീതിയിലുള്ള ചുരിദാറൊക്കെ ഇട്ട് കളറുള്ള ഒരു ചുരിദാർ ഇടുകയില്ല. അപ്പം എല്ലാരും എന്നെയും എസ്തറിനെയും വെച്ച് കമ്പയർ ചെയ്യുമായിരുന്നു. സാനിയയും പെന്റക്കോസ്റ്റിലുള്ളത് സാനിയ നല്ല കളറുള്ള ചുരിദാറും ഒക്കെ സ്റ്റൈലിലാണോ നടക്കുന്നത്, എന്നിട്ട് എസ്തർ എന്താ നടക്കാത്തെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും എസ്തറും വന്ന രീതി സെപ്പറേറ്റഡാ. എസ്തർ ഇപ്പൊ ബോൺ പെന്തക്കോസ്റ്റലാണ്, ഞാൻ ബോൺ പെന്തക്കോസ്റ്റലല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവര് എല്ലാരും ആരും മൈൻഡ് ആക്കത്തില്ല. ആ സമയത്ത് ഞാൻ സിനിമ കാണുമായിരുന്നു. ഞാന് എന്റെ കയ്യിലില്ലാത്ത പാട്ടില്ലായിരുന്നു. ഞാൻ എല്ലാ ലാംഗ്വേജിലുള്ള പാട്ടും ഞാൻ കേൾക്കുമായിരുന്നു. എന്റെ ഫോൺ നിറച്ച് പാട്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ദൈവം ആ ഒരു സമയത്തും ദൈവം കൈവിട്ടില്ല. അതായത് ദൈവം എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും മനസ്സിലാക്കി വരണ്ടേന്.
ഞാൻ ആ ഒരു ലൈഫിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ദൈവം സഹായിച്ച എല്ലാ സെമസ്റ്ററും നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ദൈവം കൃപ നൽകി. എന്താന്ന് പറഞ്ഞാലും ഞാൻ അടിച്ചുപൊളിയാന്ന് പറഞ്ഞാലും ഞാൻ രാത്രിയിൽ ഒരിക്കലും പ്രാർത്ഥിക്കാതെ ഞാൻ കിടക്കത്തില്ലായിരുന്നു. അതെല്ലാവരും എൻ്റെ അടുത്ത് വന്ന് പറയായിരുന്നു. സാനി എന്തേ എന്നാ റൂമിൽ എല്ലാവരും ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴത്തേനും എല്ലാവരും ചോദിക്കും സാനി എന്തേ, അയ്യോ സാനിയക്ക് ഈ സമയത്ത് വിളിക്കില്ല, സാനിയ പ്രാർത്ഥിക്കുന്ന സമയമാന്ന് പറയാം. ഞാൻ ആ പ്രാർത്ഥിക്കാനുള്ള ഒരു സമയം ഞാൻ എപ്പോഴും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. അങ്ങനെ കോളേജ് ലൈഫ് എല്ലാം ഓക്കെ ആയിട്ട് പോയ സമയത്ത് തേർഡ് ഇയർ ആയപ്പം എനിക്ക് പെട്ടെന്ന് എനിക്ക് കയ്യിലൊക്കെ ഒരു റാഷസ് പോലെ വരാൻ തുടങ്ങി. അപ്പം ഞാൻ പേയിങ് ഗസ്റ്റ് ആയിട്ടായിരുന്നു താമസിച്ചത്. ഹോസ്റ്റലിലെ ഫുഡ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് പേയിങ് ഗസ്റ്റ് ആയിട്ട്. അപ്പം എനിക്ക് ഞങ്ങളുടെ ആ താമസിക്കുന്ന വീട്ടീന്ന് കുറച്ച് ഒരു റബ്ബർ തോട്ടത്തിന്റെ ഇടയ്ക്കൂടെ ഒക്കെ നടന്നു പോകണമായിരുന്നു കോളേജിൽ എത്തണമെന്നുണ്ടെങ്കിൽ. അപ്പം ആദ്യം ഞാൻ ഓർത്ത് വല്ലോം കടിച്ചതാന്ന് കരുതി. അപ്പൊ ആദ്യം കയ്യേലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ കയ്യേ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോ അതൊരു വല്ലാണ്ട് അത് ഒരു സിവിയർ ആയിട്ട് ആ അലർജി വരാൻ തുടങ്ങി, സ്പ്രെഡ് ആയി. അപ്പം എനിക്ക് അത് അറിയില്ല അത് എന്താന്നുള്ളത്. അപ്പം ഞാൻ പിന്നെ ലീവ് എടുത്ത് ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും പപ്പ എല്ലാരും സസ്പെക്ട് ചെയ്ത്, അതായത് എന്നെ ഒരു കുഞ്ഞൊരു എട്ടുകാലി കടിച്ചായിരുന്നു. അപ്പൊ ആ എട്ടുകാലി കടിച്ചതിന്റെ ആയിരിക്കും ഈ അലർജിയുടെ റിയാക്ഷൻസ് എന്ന് ഓർത്തു. അപ്പം പപ്പ പറഞ്ഞു ഓക്കെ നമുക്ക് ഈ എട്ടുകാലിയൊക്കെ കടിച്ചതിന് ഏറ്റവും നല്ലത് ആയുർവേദമാന്ന് പറഞ്ഞു. അപ്പം അവിടെ കൊണ്ടുവന്ന് അവര് കാണിച്ചപ്പോഴത്തേന് അവര് എനിക്ക് ഏകദേശം ഒരു 2 മന്ത്സ് ആയുർവേദം തന്നു എട്ടുകാലി കടിച്ചതിന്റെ ചികിത്സയും. ഞാനത് കഴിക്കും തോറും അത് വേഴ്സ് ആയിക്കൊണ്ടിരിക്കും. അതായത് എന്റെ കംപ്ലീറ്റ് ബോഡി, അതായത് എന്റെ കഴുത്തിന് താഴോട്ട് കംപ്ലീറ്റ് എനിക്ക് ആ അലർജി അങ്ങ് സ്പ്രെഡായി. അപ്പൊ ഞാൻ ഓർത്ത് ദൈവമേ ഇത് എന്തുവാ ഇത്? അതായത് എനിക്ക് തന്നെ പേടിയാവുമായിരുന്നു എന്നെ നോക്കാന്. ഞാനത് ഓർത്ത് ഞാൻ രാവും പകലും ഇല്ലാതെ ഞാൻ കരയുമായിരുന്നു. ദൈവമേ ഇത് എന്തുകൊണ്ട് എന്റെ ലൈഫിൽ ഇത് വന്നു? ഞാൻ അതിന് മാത്രം എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ദൈവമേ അത്രയ്ക്ക് ഞാൻ വല്ലോം പാപം ചെയ്തിട്ടുണ്ടോ? കാരണം ഈ ബൈബിൾ പ്രകാരം നമ്മള് ഏറ്റവും ഈ നീച പ്രവൃത്തി ചെയ്യുന്നവർക്കാണ് ഈ കുഷ്ഠരോഗവും അതും ഇതും. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവമേ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയേ അല്ല. ഞാന് എന്ത് നീച പ്രവൃത്തിയാ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് ഞാൻ. പക്ഷെ എന്നിട്ടും അതില് പ്രാർത്ഥിച്ചു. ഇനിഷ്യലി അതിനൊന്നും ഒരു കുറവുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ആയുർവേദം നിർത്തി കഴിഞ്ഞപ്പോ അത് സിവിയർ ആന്ന് കണ്ടപ്പം പിന്നെ ഒരു ഇംഗ്ലീഷ് മെഡിസിനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു അത് എന്താ സ്പെഷ്യൽ ആയിട്ട് കഴിച്ചെന്ന്. അപ്പൊ ഞാൻ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്ന ആ വീട്ടില് അവർക്ക് സ്വന്തമായിട്ട് ഫിഷിംഗ് ബോട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് സ്ഥിരം ഈ സ്ക്വിഡ് കൊണ്ടുവരുമായിരുന്നു. അപ്പൊ എനിക്ക് ഈ സ്ക്വിഡ് അലർജിക്ക് ആയിരുന്നു. ഞാനത് എത്ര പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അതായത് ഈ അലർജി വന്ന സമയത്തും ഞാനത് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. പിന്നെയും അതായത് എന്താ അത് കഴിച്ചോണ്ടിരിക്കുകയല്ലാതെ എനിക്കത് ഇതിൽ നിന്നാന്ന് എനിക്ക് മനസ്സിലാകാത്ത വന്നു. അതിന്റെ കൂടെ ആയുർവേദം കൂടെ കഴിച്ചപ്പോ അത് ഭയങ്കര സിവിയർ ആയി. അപ്പം ഞാൻ മനസ്സിൽ ഓർത്ത് ഈവൻ പപ്പായും മമ്മിയും വറി ചെയ്തു. ദൈവമേ ഇതൊരു പെങ്കൊച്ചാണ്, ഇവളുടെ കല്യാണമൊക്കെ എങ്ങനെ നടക്കും? അതുപോലെ ഭയങ്കര സിവിയർ ആയി അത്. എന്റെ ബോഡി കംപ്ലീറ്റ്. അപ്പം ഞാനും ഭയങ്കരമായിട്ട് നടന്നുപോയി. പക്ഷേ ഈവൻ എന്നെ വിളിക്കുമ്പോ എല്ലാവർക്കും എന്താ എടി അത് സാരമില്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞാലും പിന്നീട് ഞാനത് കേട്ടിട്ടുണ്ട്. മമ്മിയും ഒക്കെ, അതായത് എന്റെ ബ്രദർ ആണേലും സിസ്റ്റർ ആണേലും വിളിച്ച് കരയുമായിരുന്നെന്ന്. അവളുടെ സിറ്റുവേഷൻ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നുന്നു. എന്ത് ചെയ്യും നമ്മള്? ഇതെന്താണ് എന്നുള്ളത്. പക്ഷേ ആ ഒരു ലൈഫിൽ അതായത് ഓൾമോസ്റ്റ് അത് എനിക്കൊരു 8, 9 മന്ത്സ് 10 അതും സിവിയർ ആയിട്ട് ചൊറിച്ചിലും. അതായത് ചൊറിച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിൽ. അതായത് കംപ്ലീറ്റ് ബോഡി ആവുമ്പം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുകേലാത്ത രീതിയിൽ. അപ്പം ഞാനത് ഞാൻ തന്നെ ഒന്ന് ഓർത്തു ഈ ദൈവത്തോട് കംപ്ലൈന്റ് ചെയ്യാതെ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന്റെ എന്തുകൊണ്ടാണിത് എനിക്ക് വന്നത്? അപ്പം ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചു. അതായത് നിനക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഓക്കെ നിന്നെ പപ്പ എന്നെ കളിയാക്കുമായിരുന്നു പണ്ട് കുഞ്ഞിലെ ഞാൻ തുത്തൂണിക്കുകയാന്നും പറഞ്ഞുകൊണ്ട്. അതായത് എല്ലാരും എന്നെയാ നോക്കുന്നേന്നുള്ള ഒരു ചിന്ത നിനക്കുണ്ടെന്ന്. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്തു. അതായത് ദൈവം തന്നെ പറഞ്ഞു ഓക്കെ നീ ഒരു തുത്തൂണിക്കയായിരുന്നു ആ സമയത്ത്. അതായത് നിനക്ക് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഓക്കെ നിന്റെ സൗന്ദര്യം, നിന്റെ ബ്യൂട്ടി ആ സമയത്ത് എന്നാ കോളേജിൽ പഠിക്കുന്നതിൻ്റെതായ ആ ഒരു ഇത്, അതായത് ഓക്കെ നിനക്ക് പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ നീ ആ എന്താ നിന്റെ ബ്യൂട്ടിയോട് നീ കാണിക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് അത് വേണ്ട. അതായത് അന്ന് എനിക്കതായത് പതുക്കെ അത് ഞാൻ റിയലൈസ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പം ഞാൻ തന്നെ ഓർത്തു ശരിയാ നമ്മുടെ ശരീരം അന്ന് എനിക്ക് ദൈവം പറഞ്ഞ ഒരു കാര്യമാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഏത് നിമിഷം വേണേലും ഒരു അതായത് എനിക്ക് ഒരു അതൊരു 1 ഡേയും കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാ എനിക്ക്. 1 ഡേ സിംഗിൾ ഡേ. അപ്പൊ അതൊരു
നിമിഷം മതി ഒരു മനുഷ്യൻ ഒന്നും ഇല്ലാണ്ടാകാന്. അത് ദൈവം എന്നെ പഠിപ്പിക്കേണ്ടിയിട്ട് മാത്രം എന്റെ മുഖത്ത് അത് വരാഞ്ഞത്. അതായത് അത് എനിക്ക് ദൈവം അത് കാണിച്ച് അത് കാണിച്ചു തരേണ്ടിയിട്ടാണ് ദൈവം എന്റെ കഴുത്തേലോ അതായത് വിസിബിൾ ആയിട്ടുള്ള അല്ലാത്തടത്ത് ദൈവം അതെനിക്ക് തന്നത്. അതപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ശരിയാ, ഞാന് അഹങ്കരിച്ച് നടന്നിട്ടുണ്ട്. എനിക്ക് കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു കോളേജ് ലൈഫിലെ ഒരു ചിന്തയും കാര്യങ്ങളും. അപ്പൊ ഞാൻ പറഞ്ഞു, ശരിയാ ദൈവമേ, അത് നമ്മുടെ ബ്യൂട്ടിയിലല്ല കാര്യം. അതായത് നമ്മള് എത്രത്തോളം ബ്യൂട്ടി എന്ന് ചിന്തിക്കുന്നോ, ദൈവത്തിന് ഒരു നിമിഷം മതി ആ ഒരു ബ്യൂട്ടി കളയാൻ വേണ്ടി. നമ്മുടെ അതായത് ത്വക്ക് എന്ന് പറയുന്ന ഒരു സാധനം അത് എപ്പം വേണേലും നശിച്ചു പോകാവുന്ന ഒരു സാധനമാണ്. അത് നമ്മള് അപ്പം അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ജീവിതത്തിൽ. അതായത് നമ്മൾ ഈ സൗന്ദര്യത്തിന്റെ പുറകെ പോകുന്നോണ്ട് നമ്മൾ മോഡസ്റ്റ് ആയിട്ട് നടക്കണം. അതെ, നമ്മൾ എല്ലാ രീതിയിലും മോഡസ്റ്റ് ആയിരിക്കണം. കാര്യങ്ങള് നമ്മളിപ്പം ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ അറ്റയർ ഉണ്ട്. എല്ലാ കാര്യത്തിലും മോഡസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ശരീരത്തെ പറ്റി നമ്മൾ വറി ചെയ്യുവാണേല് അതായത് എനിക്ക് ഉറപ്പാ ദൈവത്തിന് എന്നെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം കൊണ്ടാണ് ദൈവം എന്നെ അത് പഠിപ്പിച്ചത്. അതായത് ദൈവത്തിന് ഇഷ്ടമുള്ളവരെ എപ്പോഴും ദൈവം അത് കറക്റ്റ് ചെയ്തു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ എപ്പോഴും ദൈവം കറക്റ്റ് ചെയ്യും. അതായത് ചെറിയൊരു പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടെ നമ്മൾ പറഞ്ഞു പോകും. ഇത് ചെറുതല്ല, എന്റെ ലൈഫിൽ അതൊരു വളരെ അതായത് ഒരു 2-3 ഇയേഴ്സ് ഞാൻ അതിൽ സഫർ ചെയ്തിട്ടുണ്ട് മെന്റലി. അതായത് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽറ്റി. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, ഇതെന്താണ്, ശരീരത്തിൽ ഇതെന്താണ്. അത് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ദൈവം എന്നെ പഠിപ്പിക്കാൻ ഇടയായത്, അതായത് ആ സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടത്തി വിട്ട് അത് ദൈവത്തോട് കുറച്ചുകൂടെ കൂടെ ഒന്ന് അടുക്കാനുള്ള ഒരു കാര്യം ദൈവം എനിക്കിടയാക്കി തന്നു. അപ്പം അതാണ്. പിന്നെ ദൈവം സഹായിച്ച് കോളേജ് ലൈഫ് കഴിഞ്ഞു. ദൈവം പിന്നെ ഇപ്പൊ എല്ലാരും ചോദിച്ചായിരുന്നു, സാനിക്ക് കല്യാണമൊക്കെ എങ്ങനെ വരും, ഇവിടെ കയ്യേലെല്ലാം ഓരോ പാടൊക്കെ ഉണ്ട്, അത് ആൾക്കാർ ചോദിക്കും. പക്ഷെ ദൈവം അതും തക്ക സമയത്ത് ദൈവം എനിക്കൊരു തക്ക തുണയെ നൽകി തന്നു. നല്ല രീതിയിൽ ദൈവം സഹായിച്ചു. അവിടുന്നും ദൈവം ഗൾഫ് ദുബായ് ദേശത്ത് വരാൻ സഹായിച്ചു. ദുബായിലാണേലും ആ വന്ന നിമിഷം തൊട്ട് ഞാൻ ഓർക്കുന്നതാണ്, എനിക്ക് ജോലി ഇല്ലാതെ കടന്നു വന്നു. അച്ഛന് മാത്രമേ ജോലിയുള്ളൂ. അച്ഛൻ ആ സമയത്ത് അത്രയും സാലറി ഒന്നും ഇല്ലായിരുന്നു. ദൈവം എന്നാലും ഞങ്ങൾക്ക് ആ ഒരു 1 BHK തന്നു. ആ 1 BHK ഉള്ളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ബെഡ്, അലമാരി, അതൊക്കെ പലരിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചു. പലരിൽ നിന്നും അപ്പൊ ഞാൻ ഓർത്തു, ആകെ ബെഡിനൊഴിച്ച് വേറെ ഒരു പൈസയും ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ട വന്നിട്ടില്ല. ഞാനപ്പോ ഓർക്കും, ദൈവമേ, ആ സമയത്ത് അച്ഛന് സാലറി കുറവായോണ്ട് പുതിയ സാധനങ്ങൾ മേടിക്കാൻ പൈസയില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഒരു കെറ്റില് കിട്ടിയാൽ കൊള്ളായിരുന്നു, കെറ്റില് മേടിക്കാൻ. എനിക്കറിയില്ല അതെങ്ങനാന്ന്. ആരേലും മുഖാന്തരം മനസ്സിൽ വിചാരിച്ച സാധനം എങ്ങനെയും പുത്തനോ സെക്കൻഡ് ഹാൻഡോ എങ്ങനെയും, അതായത് ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ വീട് അങ്ങനെ നിറഞ്ഞത്. അതായത് മനസ്സിൽ ഓർക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അത് 1 by 1 അത് ഒരു രീതിയിലല്ല, വേറെ അതായത് സെക്കൻഡ് ഹാൻഡോ ഫസ്റ്റ് ആണേലും ആരേലും മുഖാന്തരം ഒക്കെ തന്നിട്ടുണ്ട്. ദൈവം അതേ രീതിയിൽ ദൈവം നടത്തിയപ്പം ഞാനിപ്പോഴും ഈ വീട്ടിൽ വരുമ്പോ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, അച്ഛൻ ഇങ്ങനെ പറയാന്ന്, എനിക്ക് ഇവിടെ വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാ വണ്ടി റിമോട്ടേൽ ഞെക്കുമ്പോഴത്തേനും ഒന്ന് തുറന്നു വന്ന് എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഓർക്കും, ദൈവം അത് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണേലും ടൈം എടുത്തു. അവിടുന്ന് ഇവിടം വരെ എത്താൻ സമയം. പക്ഷെ എങ്കിൽ പോലും ദൈവം ആ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളാണേലും അതിന്റെ ടൈമില്, അതിന്റെ ഇടയ്ക്കാണേലും എനിക്ക് ജോലി കിട്ടാതെ ഞാൻ ഏകദേശം ഒരു 8-9 months ഇവിടെ നിന്നു. അതിന്റെ ഇടയ്ക്ക് ഞാൻ കാനഡയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തു. കാനഡയ്ക്ക് പോകാൻ അത് എന്റെ വിസ റിജക്റ്റ് ആയി. കാരണം ഞാൻ മാരീഡ് ആയോണ്ട് അവർക്ക് തോന്നി ഞാൻ അവിടെ പോയി സെറ്റിൽ ആകാനുള്ള ഇതായോണ്ട് അവരെന്നെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കര സങ്കടമായി. ദൈവമേ, ഇവിടെ വന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടും അടുത്ത എനിക്ക് ഈ എഡ്യൂക്കേഷനിൽ ഒരു പോരാട്ടമാണല്ലോ കംപ്ലീറ്റ്. എനിക്ക് പഠിക്കണമെന്ന് വിചാരിക്കുന്ന ഒന്നും ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ദൈവം ആ സമയത്ത് ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയായിരുന്നു, എടി ചിലപ്പോ നിനക്ക് അങ്ങോട്ട് പോകാനല്ലായിരിക്കും, ദൈവം നിങ്ങളെ ഇവിടെ വെച്ച് മാനിക്കണായിരിക്കും, ദൈവം എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് തരണായിരിക്കും. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, ദൈവമേ, എന്തിനാ ഞാൻ ഈ IELTS ഒക്കെ പഠിച്ച, വെറുതെ പപ്പാടെ കുറെ പൈസ കളഞ്ഞ IELTS പഠിച്ച് വെറുതെ വേസ്റ്റ് ആയി പോയല്ലോ. അപ്പൊ ഞാൻ എന്നാലും വെയിറ്റ് ചെയ്തു. പിന്നെ ദൈവം സഹായിച്ച് നമ്മുടെ തന്നെ ചർച്ചിലുള്ള ഒരു മിഥുൻ എന്ന് പറഞ്ഞ ഒരുണ്ട്, പുള്ളി ബയോമെഡിക്കലിലുണ്ടല്ലോ. മിഥുൻ എൻ്റെ അടുത്ത് അച്ഛനോട് പറഞ്ഞു, സാനി ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, കൊടുത്തു നോക്കാൻ പറഞ്ഞു, ഇങ്ങനെ ബയോമെഡിക്കലില്. അപ്പം ഞാനത് കൊടുത്തു. അപ്പൊ എനിക്ക് ആദ്യമായിട്ടാണ് ഞാനൊരു വേറൊരു ദേശത്ത് നിന്ന് ഇന്റർവ്യൂവിന് പോകുന്നത്. അതും ഒരു അറബിയുടെ അടുത്താണ് ഇന്റർവ്യൂവിന് പോകുന്നത്.
ഞാൻ ഓർത്ത് ദൈവമേ എന്ത് എനിക്ക് ഒരു യോഗ്യതയില്ല അത്, അതായത് ഒരു ജോലി കിട്ടാനുള്ള. കാരണം ഒരു എക്സ്പീരിയൻസ് ഇല്ല, ഗൾഫ് എക്സ്പീരിയൻസ് ഇല്ലാതെ കിട്ടുകയില്ല. എന്താണോ ഞാൻ ഇന്റർവ്യൂവിന് പോയി. എന്നോട് പറഞ്ഞു, "ഓക്കെ നീ റെഡിയാണോ ജോയിൻ ചെയ്യാന്ന്" ചോദിച്ചു. അപ്പം എനിക്കറിയത്തില്ല. എന്റെ അടുത്ത് ഒന്നും പ്രത്യേകിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ജസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തു. ചെറിയ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, "ഓക്കെ നീ നെക്സ്റ്റ് ഇമ്മീഡിയേറ്റ് ജോയിനിങ് ആന്ന്" പറഞ്ഞു. അതായത് ഒരു ഒക്ടോബർ 25 ഇന്റർവ്യൂ. എന്നോട് പറഞ്ഞു നവംബർ 1 ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന്. പിന്നെ അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും, ഈ സാർ എന്ത് കണ്ടിട്ട് എന്നെ എടുത്തത്? എനിക്ക് അതായത് നാട്ടിലെ എക്സ്പീരിയൻസും ഗൾഫ് എക്സ്പീരിയൻസും തന്നെ ടോട്ടലി ഡിഫറെന്റ് ആണ്, പ്രത്യേകിച്ച് എന്റെ ഫീൽഡിൽ. അപ്പൊ ഞാൻ ഓർത്ത് എന്ത് കണ്ടിട്ടാ. പിന്നീട് എന്റെ അടുത്ത് ഒരു വ്യക്തി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാനിയനെ അന്ന് എടുക്കാനുള്ള ഒരേ ഒരു കാരണം സാനിയ IELTS പഠിച്ചതുകൊണ്ടുള്ളതുകൊണ്ട് മാത്രം എടുത്തതെന്ന്. അത് കേട്ടപ്പോ ശരിക്കും ഓർത്തു, ദൈവമേ അന്ന് ഞാൻ ദൈവത്തിന്റെ അടുത്ത് കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പപ്പായുടെ പൈസ കളഞ്ഞു കുറെ. എന്തിനാ ഞാൻ IELTS പഠിച്ചത്? അപ്പം അതായത് ഞാൻ കോർഡിനേറ്റർ ആയിട്ടാണ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഇമെയിൽസ് അയക്കണം, കാര്യങ്ങൾ. അപ്പം സാറ് ഞാൻ IELTS കഴിഞ്ഞു കംപ്ലീറ്റ് ആയി എനിക്ക് പോയിന്റ്സ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം എന്നെ എടുത്തത്, അല്ലാതെ എനിക്ക് വേറെ ഒരു ക്വാളിറ്റിയും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ സ്തോത്രം. ഞാൻ അന്ന് കുറെ ദൈവം അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ എന്തുകൊണ്ടാണ്. എന്നാലും അവിടെയും ദൈവം എന്നെ അതായത് നടത്തി. അത് ഒരു അമേസിംഗ് ആണ്. അതുപോലെ തന്നെ 2 വർഷം കഴിഞ്ഞപ്പോ എനിക്കൊരു വേക്കൻസി കിട്ടി. ഞാൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിലോട്ട് പോസ്റ്റിലോട്ട് കയറി. എങ്കിലും അവരെന്റെ സാലറി ചേഞ്ച് ചെയ്ത് തന്നിട്ടേ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഓർക്കും, ദൈവമേ എന്റെ സാലറി ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. കോർഡിനേറ്ററിന്റെ അതേ സാലറിയിൽ ഓൾമോസ്റ്റ് 2.5 ഇയേഴ്സ് ഞാൻ എഞ്ചിനീയറിംഗിൽ വർക്ക് ചെയ്തു. അപ്പൊ ഞാൻ ഓർത്ത്, ദൈവമേ അതെന്തുകൊണ്ടാ. ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചിട്ടും സാറ് ഓക്കെ ഓക്കെ ഞാനത് മുമ്പോട്ട് നീക്കുന്നുണ്ടെന്നല്ലാതെ എനിക്ക് ഒരു രീതിയിൽ. അപ്പൊ ഞാൻ ഓർത്തു, ഞാൻ തന്നെ അപ്പം ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ ഞാൻ സാറിനോട് ഇന്ന് ചോദിക്കട്ടെ. അപ്പൊ ഒരു ദിവസം പറഞ്ഞു, നീ സാറിന്റെ അടുത്ത് ചോദിക്കണ്ട, HR അടുത്ത് തന്നെ ചെന്ന് ചോദിക്കാൻ. HR അടുത്ത് ചോദിച്ചിട്ട് ഞങ്ങളുടെ HR ആണെങ്കിൽ ഒരു രീതിയിലും അവർ ഒരു റെസ്പോൺസ് തരുന്നില്ല. ഓക്കെ അത് നിനക്ക് ഇങ്ങനെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് തന്ന ഇവാലുവേഷൻ അതല്ല, അതായത് പല രീതിയിൽ അവർ മാറ്റിമറിക്കാൻ നോക്കി. അപ്പം ഒരു ദിവസം ഞാൻ ഓർത്തു, ഓക്കെ ഇത്രയും നാള് ഇമെയിൽ ത്രൂ ആയിരുന്നു കോണ്ടാക്ട് ചെയ്ത്. ഞാൻ ഓർത്തു ഡയറക്റ്റ് ചെന്ന് HR കാണാം. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോ HR എന്ന് വെച്ചാല് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള HR മാറി. പുള്ളിക്ക് പുള്ളിക്കാരത്തിക്ക് സിക്ക് ലീവ് വന്ന് ലോങ് ലീവിന് പോയി. ഒരു കുറച്ച് ഷോർട്ട് പീരീഡ് നാളത്തേന് ഒരു HR അവിടെ ആക്കി. അപ്പം ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇതുവരെ സാലറിയുടെ ചേഞ്ചസ് വന്നിട്ടില്ല. ഇപ്പം ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് ആയി ഞാൻ ഈ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. എന്നിട്ട് അപ്പം ആ പുള്ളിക്കാരത്തിക്ക് എന്തോ എന്റെ അടുത്ത് ഭയങ്കര ഒരു സിമ്പത്തി തോന്നി. എന്റെ അടുത്ത് പറഞ്ഞു, അയ്യോ അത് ഭയങ്കര അൺഫെയർ ആണ് അതങ്ങനെ ചെയ്യുന്നത്. എന്താണേലും നിങ്ങളുടെ കാര്യം ഞാൻ പ്രൊസീഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു ആസ് യൂഷ്വൽ പറയുന്ന പോലെ കാണത്തുള്ളൂ. പക്ഷെ എന്താണേലും എനിക്ക് പിറ്റേ ദിവസം തൊട്ട് ഫോളോ അപ്പ് ഇമെയിൽ വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ, ദൈവം സഹായിച്ച് എനിക്ക് വിത്തിൻ ഒരു 2 മന്ത്സിനുള്ളിൽ എനിക്ക് സാലറി ചേഞ്ച് ഒരു ഹൈക്ക് കിട്ടി. അപ്പം ഞാൻ എനിക്ക് ഹൈക്ക് കിട്ടിയതിന്റെ പിറ്റേ ദിവസം ആ HR അവിടുന്ന് പോയി. അപ്പം ശരിക്കും ഞാനത് എല്ലാവരുടെയും അടുത്ത് പറയുന്ന ഒരു കാര്യം. അത് ദൈവം ഒരു ഏഞ്ചൽ ആയിട്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ആ HR ആരും കണ്ടിട്ടുമില്ല. ആ HR ആർക്കും പരിചയവും ഇല്ല. ഞാൻ ഈ പറയുന്ന ലീൻ എന്നാണ് HR പേര്. അങ്ങനെ HR ഉണ്ടോ? ആർക്കും അറിയത്തില്ല. ഞാൻ പറയുന്നത് അതൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഏഞ്ചൽ ആന്നേ ഞാൻ പറയത്തുള്ളൂ. അതായത് ഒരു വ്യക്തിക്ക് അറിയത്തില്ല അങ്ങനെ ഒരു HR വന്നു അതായത് ഉണ്ടെന്നറിയാം. പക്ഷെ ആരും അയാളെ കണ്ടിട്ടില്ല. അപ്പം അതും ദൈവം ഒരു ഭയങ്കര ഒരു അത്ഭുതമാണ്. എനിക്കറിയാം ഞാൻ കുറെ ടൈം ചെയ്തെന്നറിയാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നത്. എനിക്ക് എവിടെ പറയണം, ഏത് പറയണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ്. സോറി. ആഹ് എത്രത്തോളം എന്റെ സാക്ഷ്യം എനിക്ക് മറ്റുള്ളവർക്ക് അതായത് ഒരു എന്താണേലും ദൈവനാമം മഹത്വപ്പെടണമെന്നേ ഉള്ളൂ. ഇത്രയും പറഞ്ഞതില്. അന്ന് തൊട്ട് അതായത് എന്താ വിശ്വാസി വരുന്ന സമയം തൊട്ട് ഈ സമയം വരെ ദൈവം ബ്യൂട്ടിഫുൾ ആയിട്ട് നടത്തി. അതായത് ഇടയ്ക്കിടയ്ക്ക് എന്റെ സൈഡിൽ നിന്ന് കുറവുണ്ട്. അത് ദൈവം എന്താ ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടുന്ന മക്കൾക്ക് അടി കൊടുക്കുന്ന പോലെ എനിക്ക് കുഞ്ഞു കുഞ്ഞു അടി തന്ന് ദൈവം അത് തിരിച്ചു കൊണ്ടുവരാറുണ്ട് ലൈഫില്. ചില സമയത്ത് ഞാൻ തന്നെ എനിക്കറിയാം ഞാൻ പൊറുപൊറുക്കാറുണ്ടെന്നറിയാം ദൈവസന്നിധിയിൽ. എങ്കിലും ദൈവം അതൊന്നും കണക്കാക്കാതെ എന്റെ അടുത്ത് ക്ഷമിക്കും. ആരേലും ത്രൂ ഒന്നെങ്കിൽ വീട്ടിലാണേലും
എന്താ ആരെങ്കിലും വിളിക്കുമ്പോൾ പറയും നീ പൊറുവോർക്കാൻ തുടങ്ങി, നീ ദൈവസന്നിധി പൊറുവോർക്കുവാന്ന് പറയും. അപ്പൊ ഞാൻ ഓക്കെ റിയലൈസ് ശരിയാ, ഞാൻ പൊറുവോർക്കുക, ദൈവം എൻ്റെ അടുത്ത് ക്ഷമിക്കണേ. ഈ നിമിഷം വരെ ദൈവം ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് നടത്തി. ഓരോരുത്തർക്കും ഓരോ ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ്. എനിക്കറിയില്ല എത്രത്തോളം എൻ്റെ ഈ സാക്ഷ്യം മറ്റുള്ളവർക്ക് അത് ഒരു ദൈവനാമം മഹത്വപ്പെടുത്താനുള്ളതുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ദൈവം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നടത്തി. അതിന് ഇത്രയും എത്താൻ ഒരു അർഹതയില്ല, എന്നാലും ദൈവം ബ്യൂട്ടിഫുൾ ആയിട്ട് നടത്തി. എല്ലാവരും മുമ്പോട്ട് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം ഇന്ന് രാത്രിയിൽ നമുക്ക് കേൾപ്പാനായിട്ട് ഇടയായി തീർന്നല്ലോ. ദൈവം ഒരു ആളിനെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടത്തുന്നതെന്ന് കേൾപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ജീവിതത്തിൻ്റെതായ പല മേടുകളിലൂടെ ദൈവം ഈ ചെറുപ്രായത്തിലാണെങ്കിലും കർത്താവ് പ്രിയ സാനിയെ വഴി നടത്തുവാനായിട്ട് ഇടയായി. ദൈവം എത്ര വിശ്വസ്തനാണ് എന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ ഇടയാക്കിയത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനത്തിന് കാരണമായി തീരട്ടെ. നമ്മളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്.